മോർണിംഗ്, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ചാല മാർക്കറ്റിലാണുള്ളത്. ചാല മാർക്കറ്റിലെ വൈബ് തേടി ഇറങ്ങിയതാണ് മോർണിംഗ് വൈബ്സ്. ഇന്ന് സജീവമാണ്. രാവിലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിന് സമീപമാണ്. അതിന്റെ തിരക്കിലൊക്കെ നിൽക്കുകയാണ് ഇവിടുത്തെ എല്ലാവരും. അപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റിലെ കാഴ്ചകൾ, ഒപ്പം തന്നെ തൊട്ടപ്പുറം പൂ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ചാല മാർക്കറ്റ് അറിയാലോ, ഒരു ചരിത്രം പറയുന്നത് ഏതാണ്ട് തിരുവിതാംകൂർ രാജ ഭരണകാലത്ത് ഈ പ്രധാനപ്പെട്ട ഒരു കമ്പോളമായിരുന്നു. കേശവദാസ രാജ അദ്ദേഹം എന്താ പറയാ, കൂടുതൽ ഈ പച്ചക്കറി അല്ലെങ്കിൽ മറ്റ് കമ്പോളങ്ങളൊക്കെ സജീവമാക്കാൻ വേണ്ടി സാധ്യമാക്കിയെടുത്ത ഒരു ഇടമാണ്. എന്താണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടത് ആലപ്പുഴയിലെ ചെക്കിടിക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രശാന്ത് മംഗലശ്ശേരി പകർന്ന ചെക്കിടിക്കാട്, അവിടെ നിന്നുള്ള ഒരു സൂര്യോദയത്തിന്റെ മനോഹരമായിട്ട് ദൃശ്യമാണ് പ്രശാന്ത് മംഗലശ്ശേരി നമുക്കായി പകർത്തി നൽകിയത്. എന്നാലും അതുപോലെ തന്നെ മനോഹരമായിട്ട് ദൃശ്യങ്ങൾ അത്ര മനോഹരമാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊണ്ട് സജീവമായിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചാലയിലേക്ക് എത്തിയത്. ചാലയിൽ രാവിലെ തന്നെ ഇങ്ങനെ ലോഡൊക്കെ ഇറക്കി ആളുകളൊക്കെ സജീവമായി പച്ചക്കറി മാർക്കറ്റ് സജീവമായി നിൽക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകൾ, വിവരങ്ങളൊക്കെ ആയിട്ടാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് ചേരുന്നത്. ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, പലവിധ കാഴ്ചകളുണ്ട്. അപ്പൊ എല്ലാത്തിലേക്കും നമുക്ക് എത്താം. ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എങ്ങനെയുണ്ട്? തിരക്കാണോ? തിരക്ക് ശനിയാഴ്ച ദിവസമല്ല, ലാറിയുടെ തിരക്കാണ്. ലാറി ഇറങ്ങി കഴിഞ്ഞാൽ തിരക്ക് കുറയും. ഞാൻ ഉള്ളിലേക്ക് കയറിയ പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എന്നെ പിടിച്ചിരിക്കുമല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചാലയില് തിരക്കുണ്ട്. തിരക്കിനിടയിലൂടെ നമുക്ക് നുഴഞ്ഞു കയറാം, അതാണ് സാധിക്കുള്ളൂ. അപ്പൊ വലിയ കൊള്ളക്കാരന്മാരാണ് അതായിരിക്കുന്നത്. കൊള്ളക്കാരന്മാരാണോ ഇവരോ? ആ ചേട്ടനെ കണ്ടറിയില്ല, പാവാന്ന്. ആളെ കണ്ട പാവം, ആള് കൊള്ളക്കാരനാണ്. ആണോ? എന്ത് അത് അങ്ങനെയാണ്. വെയിൽ സമയത്ത് ഒരു ഇലക്ക് 10 രൂപ. പിന്നെ ആ ചേട്ടൻ പിന്നെ കച്ചവടം ചെയ്യാനല്ലേ വന്നത്? ഞങ്ങള് പരിഹാസം പറയണ എനിക്കറിയാം, തമാശ, സുഹൃത്തുക്കളാണല്ലേ. ആ ചേട്ടൻ കൊള്ളക്കാരനാണെന്ന് പറയുന്നേട്ടാ. ആണാ? ഒരാള് കൊള്ളക്കാരൻ, ഒരാള് പിടിച്ചു പറിക്കാരനാ. എന്താ കൊള്ള സംഖ്യതോ? ചേട്ടന്റെ വീട് പേരുടെ? എനിക്കൊന്നും പറയാനില്ല. ഇവരെ പോലെ പിന്നെ പരിഹരിക്കാനൊന്നുമില്ല. ഡീസന്റ് ആണ്. ആ ചേട്ടൻ ഡീസന്റ് ആണ്. ഇവര് തമ്മിൽ നല്ല എന്താ പറയാ, അടിച്ചടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഉറക്കത്തിൽ മാത്രം ഡീസന്റ് ആണോ? അപ്പൊ ചേട്ടനോ? നമ്മള് ഫുൾ ടൈം എപ്പോഴും ഡീസന്റ് കഴിയണം. 11 മണിയാവും, പിന്നെ ഡീസന്റ് ആവും. ഡീസന്റ് ആയി കിടന്നുറങ്ങും. രണ്ടുപേരും ഒരേ കണക്കാണ് പോണത്. ആണോ? എങ്ങനെ രാവിലെ എന്താ ഇവിടെ തിരക്കൊക്കെ ആണോ? വലിയ ഒന്നുമില്ല, പഴയ കച്ചവടമൊന്നുമില്ല. എന്താ പഴയ കച്ചവടം വളരെ കുറവാണ്. എല്ലാ സ്ഥലത്തും ഒന്നാ വില കൂടുതൽ, രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ വാഹനം പാർക്കിംഗ് സൗകര്യം കുറവ്, മൂന്നാമത്തെ കാര്യം എല്ലാ സ്ഥലങ്ങളിലും കടകളായിപ്പോയി. പക്ഷെ ചാലാന്ന് പറഞ്ഞു ചാലയാണ്. ചാല പഴയ കച്ചവടം, ചാലയൊക്കെ പഴയ കച്ചവടമൊന്നുമില്ല. പഴയ കച്ചവടമില്ല. ഉള്ളവരൊക്കെ ഒരുപാട് കടപ്പാടും കട സ്റ്റാഫും കാണും, മുതലാളിയും കാണും. വണ്ടികൾ കഴിഞ്ഞാലോ ഒരുപാട് കുറവാണ്. ഇവിടെ ഉള്ള എല്ലാം മാക്സിമം കടപ്പാടിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴില്ല. മുമ്പ് അങ്ങനല്ല, ലാഭം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ലാഭം എന്നുള്ള സാധനം ഇല്ല. കാരണം സാധനത്തിന് അത്രയും വില കൂടുതലാണ്. പക്ഷേ ഞാൻ ചാലയിൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു ചോദിച്ചിട്ട് ഇവിടെ ഭാഗം ദുഃഖമാണല്ലോ. ദുഃഖം എല്ലാ സ്ഥലത്തും, ദുഃഖം ഇല്ലാത്ത സ്ഥലം ഇല്ലല്ലോ. അതിന്റെ കൂടെ നമ്മൾ ജീവിച്ചു പോകുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സുഖവും ദുഃഖവും എല്ലാം കൂടെ ഉള്ളതല്ലേ. സുഖദുഃഖ സമ്മിശ്രമാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ രാവിലെയുള്ള ഈ കാണുന്ന തിരക്കാണ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ തിരക്കില്ല ഇവിടെ. ആളുകൾ വരുന്നില്ലേ? ആളുകൾ പഴയ ചില്ലറ കച്ചവടം ഒന്നും ഇവിടെ ഇല്ല, എല്ലാം കുറവാണ്. ആണല്ലേ? ശരി. എന്നാലും രാവിലെ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് കച്ചവടമൊക്കെ കുറഞ്ഞു എന്നാണ്. പഴയ ചാലയിന്റെ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടെന്നുള്ള സംശയമൊക്കെ ഇവർ പങ്കുവയ്ക്കുന്നു അല്ലേ? അപ്പൊ എന്താണെങ്കിലും ചാലയിൽ പക്ഷേ രാവിലെ തന്നെ ഒരുപാട് ലോഡൊക്കെ ഇറക്കാനായിട്ട് ഇങ്ങനത്തെ വണ്ടികൾ വന്ന് വാങ്ങിപ്പോകുന്നു. ഇറക്കാനുള്ള വണ്ടികളുണ്ട്, അതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സജീവമായി നിൽക്കുന്നു. ഇതിപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഹോൾസെയിലിൽ പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. എന്തായാലും ഞാൻ ഈ വാർത്തകളിലേക്കൊക്കെ പോകണമല്ലോ, അപ്പൊ ഒരുപാട് വാർത്തകളുണ്ട്. അപ്പം ഭവ്യ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഭവ്യ, ഗുഡ് മോർണിംഗ്. ഈ മോർണിംഗ് വൈബ്സുമായി ഞങ്ങൾ ഇവിടെ ചാലയിലെ വൈബ് തേടിയെത്തിയാണ്. ഭവ്യ, ചാലയിൽ വന്നിട്ടുണ്ടോ? ചാലയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ചാലയിലെ വൈബുമായി എൽദോ അവിടെ തുടരുക. ഇവിടെ വാർത്തകളുടെ വൈബുമായി ഞാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം പ്രധാന വാർത്തകൾ നോക്കി ഞാൻ തിരിച്ച മോർണിംഗ് വൈബ്സ് എൽദോന് തരുന്നതായിരിക്കും. വയനാട്ടിൽ നിന്ന് UDF, LDF, BJP ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
ഹർത്താലിനെതിരെ പിന്തുണച്ച AAP. വയനാട്ടിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സുരക്ഷാ ജീവനക്കാരൻ പോളിന്റെ സംസ്കാരം ഇന്ന്. പോളിന് വേണ്ട ചികിത്സ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നൽകിയില്ലെന്ന് മകൾ സോന. 17 ദിവസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേരാണ് വയനാട്ടിൽ മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ വാച്ചർ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വാച്ചറുടെ മരണം ദൌർഭാഗ്യകരമെന്നും മന്ത്രി. കണ്ണൂർ പയ്യാവൂരിൽ മാവോയിസ്റ്റ് സംഘത്തെ കാട്ടാന ആക്രമിച്ചു. ചിക്കമംഗളൂർ സ്വദേശി സുരേഷിന് പരിക്കേറ്റെന്നാണ് സൂചന. മാവോയിസ്റ്റുകൾക്കായി പ്രദേശത്ത് തിരച്ചിൽ. മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ SFIU അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നിറങ്ങും. രാവിലെ 10:30 ഉത്തരവ് അപ്ലോഡ് ചെയ്യും. ഡൽഹി മദ്യനയ കേസിൽ ED നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരാവണം. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഹാജരാകേണ്ടത്. അതേസമയം കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കില്ല. ഡൽഹി അസംബ്ലിയിൽ ഇന്ന് വിശ്വാസ പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇന്നലെ പ്രമേയം അവതരിപ്പിച്ചത്. അറസ്റ്റിലാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള ശക്തി പ്രകടനത്തിനുള്ള കെജ്രിവാളിന്റെ നീക്കമാണെന്ന് വിലയിരുത്തൽ. ബീഹാറിലെ ദർഭംഗയിൽ സംഘർഷം. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബഹേറ മാർക്കറ്റിന് സമീപം വെച്ച് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കല്ലെറിയുകയുമായിരുന്നു. ബീഹാറിന് പിന്നാലെ ജാർഖണ്ഡിലും സംഘർഷം. തലസ്ഥാനമായ റാഞ്ചിയിലാണ് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. കർഷക പ്രതിഷേധം 5ാം ദിനത്തിൽ കർഷകർ ശംഭു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്നലെയും കർഷക പ്രതിഷേധത്തിനിടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധക്കാർ പ്രതിരോധം മറികടന്ന് ഡൽഹിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ പോലീസും സുരക്ഷാ സേനയും കർഷകരെ തടഞ്ഞു. കേന്ദ്ര സർക്കാരുമായി കർഷക പ്രതിനിധികൾ നാളെ വീണ്ടും ചർച്ച നടത്തും. ISROയുടെ പുതിയ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിക്ഷേപണം ഇന്ന്. ശ്രീഹരിക്കോട്ടയിൽ ഇന്ന് വൈകിട്ട് 5:35 GSLV F-14 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക. CPMന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ 3 ജില്ലാ സെക്രട്ടറിമാർ. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ എന്നിവർ പട്ടികയിൽ. KK ശൈലജയുടെ പേരും പട്ടികയിലുണ്ട്. ശൈലജ മത്സരിച്ചാൽ വടകര പിടിച്ചെടുക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് യോഗം. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP AM ആരിഫിന്റെ പേരാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് രാവിലെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. UDF സ്ഥാനാർത്ഥി കൂടിയെത്തുന്നതോടെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. NDA സ്ഥാനാർത്ഥിയായി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എത്തുമെന്ന സൂചന. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി പാലക്കാട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. തൃത്താല മണ്ഡലത്തിലെ നീലിയോട് നിന്ന് യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭയാത്ര. ജില്ലയിൽ ആദ്യ സ്വീകരണ സമ്മേളനം കുളപ്പുള്ളിയിൽ നടന്നു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന് ഇന്നേക്ക് 5 ആണ്ട്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷുമാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന 5 വർഷമാകുമ്പോൾ കേസിൽ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിൽ. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കം. രാവിലെ 8-ന് കാപ്പുകൊട്ടി ദേവിയെ കുടിയിരുത്തും. ഇതോടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാകും. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലൻസ്കി നവൽനിയുടെ മരണത്തിൽ വിവാദങ്ങൾ ശക്തമാകുന്നു. മരണത്തിന് പിന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. 19 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയവെയായിരുന്നു നവൽനി മരിച്ചത്. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തു വന്നു. ന്യൂയോർക്ക് സിവിൽ തട്ടിപ്പ് കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. $355 മില്യൺ പിഴ അടയ്ക്കണമെന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബിസിനസ് മൂല്യം പെരുപ്പിച്ചു കാട്ടി ബാങ്കുകളെ വഞ്ചിച്ചെന്നായിരുന്നു കേസ്.
പിഴയ്ക്ക് പുറമെ ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്നതിനും കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ന്യൂയോർക്കിൽ കമ്പനി ഓഫീസറായോ ഡയറക്ടറായോ ചുമതലയേൽക്കാനാവില്ല. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അതിൽ വിജയിക്കുമെന്നും ട്രംപ് പിന്നീട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ താപനില 36 ഡിഗ്രിക്ക് മുകളിലെത്തുമെന്നാണ് കണക്ക്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് 37 ഡിഗ്രി വരെ കണ്ണൂരിൽ താപനില ഉയരുമെന്നാണ് പ്രവചനം. ലോവർ കോർട്ട് എന്ന പരാമർശം ഒഴിവാക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AJ ദേശായി നിർദ്ദേശം നൽകി. ലോവർ കോർട്ട് എന്നതിന് പകരം ട്രയൽ കോർട്ട് എന്ന് ഉപയോഗിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാർ വഴി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചാല മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും തുടരുകയാണ് മോർണിംഗ് വൈബ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ തിരക്കിലാണ് രാവിലെ ചാല മാർക്കറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവരെല്ലാവരും തിരക്കിലാണ്. ചേട്ടാ, തിരക്കിലാണോ? ഒരു കാര്യം, എങ്ങനെയുണ്ട് രാവിലെ നല്ല തിരക്കുണ്ടല്ലോ? രാവിലെ കുറച്ച് തിരക്കാണ്, പിന്നെ ആളൊന്നും കാണൂല. ആണോ? വൈകിട്ട് കുറച്ച് ആളുകളെ കണ്ടോ. ഇവിടുത്തെ പൊങ്കാലാകുമ്പോ തിരക്ക് കൂടില്ലേ? അപ്പൊ കച്ചവടം കുറവുണ്ടോ? കച്ചവടം രാവിലെ പൈസയ്ക്ക് സ്ഥലം കുറവ്. പഴയ ലോറിയൊന്നും വരുന്നില്ല? ലോറിയെല്ലാം വരുന്നുണ്ട്. ലോറിയെല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് എല്ലാം കടകളിൽ പോകുന്നത്. ആണല്ലേ? അപ്പൊ ഇങ്ങനെയാണോ ഈ ശനിയാഴ്ച ദിവസത്തിന് തിരക്ക് കൂടുതലുണ്ട്? കൂടുതലാണ്. അല്ലെങ്കിൽ ഇട ദിവസങ്ങൾ അത്രയും തിരക്കില്ല? അതിന് തിരക്ക് കുറവ്. നേരത്തെ വണ്ടി വരും, 1 മണിക്ക് വണ്ടി വരും, 4 മണിയാകുമ്പോൾ ചെയ്യും. അതാണല്ലേ? ഈ എല്ലാ മാർക്കറ്റിലും ഇതുപോലെയാണ്? പച്ചക്കറി മാർക്കറ്റ് മാത്രമാണ്? മാർക്കറ്റ് ഇതാണ് മെയിൻ. മറ്റേ പൂവും മറ്റേ പഴം മാർക്കറ്റ്? പൂവ് മെയിൻ റോഡ്. പഴം അപ്പുറത്തെ സൈഡാണ്. എല്ലായിടത്തും ഇത്രയും തിരക്കുണ്ടാവും അല്ലേ? ഇപ്പൊ പൊങ്കാലായിട്ട് പഴത്തിനെല്ലാം തിരക്കാണ്. പഴത്തിന്റെ തിരക്കുണ്ടാവും അല്ലേ? ശരി ശരി. തിരക്കിലാണ് ചേട്ടന്മാരിങ്ങനെ. അവര് ഈ ലോഡിംഗ് അൺലോഡിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ രാവിലെ എത്തുന്നുണ്ട്. ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ചെറുതായിട്ട് ചോദിച്ചു നോക്കാം, ഇവിടെ തിരക്കിനിടയിൽ ഇവർക്ക് സംസാരിക്കാൻ സമയമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ചേട്ടാ, തന്നെ തിരക്കാണോ? കുഴപ്പമില്ല. എങ്ങനെ ഇവിടെ ഇപ്പൊ പതിവ് പോലത്തെ ഒരു കച്ചവടമൊക്കെ? കച്ചവടം ഇല്ല, പഴയ കച്ചവടമൊന്നുമില്ല, കുറവാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മാർക്കറ്റ്? ഒരുപാട് വർഷം പഴക്കമുണ്ട്, പക്ഷേ പഴയ കച്ചവടം ഇല്ല. ഈ മാളുകളൊക്കെ വന്നതിന് ശേഷം കച്ചവടം കൊടുത്ത കുറഞ്ഞു. ഇങ്ങനെ വിലയൊക്കെ എങ്ങനെയുണ്ട് പച്ചക്കറി? വിലയൊക്കെ കുറവാണ്, കൂടുതലൊന്നും. ചിലതൊക്കെ മാത്രമേ കൂടുതലായിട്ടുള്ളൂ. ഇപ്പൊ എവിടെന്നാ ഈ കൂടുതലും തമിഴ്നാട്, കർണാടക. ഈ സവാളക്ക് റേറ്റ്? സവാള ഇപ്പൊ 25 രൂപ. ക്യാരറ്റ്? ക്യാരറ്റ് 35 40 80 വരെ ഉണ്ട്. ഏറ്റവും വില കൂടുതൽ ഏതിനാണ്? വില കൂടുതൽ ഇഞ്ചി കുറച്ച് വില കൂടുതലാണ്. ഇഞ്ചി ബാക്കിയൊക്കെ വില കുറവല്ലേ, വലിയ വിലയില്ല. ഈ ആറ്റുകാൽ പൊങ്കാല വരുന്നതിന്റെ ഒരു തിരക്ക് കാണുന്നുണ്ടോ? ഇല്ല, ആ തിരക്കൊന്നും ഒന്നായി വരുന്നുള്ളൂ അല്ലേ? പൊങ്കാലയ്ക്ക് പണ്ടൊക്കെ പൊങ്കാലയ്ക്ക് തലേ ദിവസം നല്ല തിരക്കാണ്. ഇപ്പം കടയെ തുറക്കില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. മാർക്കറ്റ് സജീവമായിരിക്കില്ല? മാർക്കറ്റൊന്നും വലിയതൊന്നുമില്ല. ആണല്ലേ? ഒരുപാട് കടകളായില്ലേ. ചാല മാർക്കറ്റ് എന്നുള്ള ഇത് ചില്ലറ കച്ചവടമൊക്കെ വളരെ കുറവാണ്. മറ്റ് ഇപ്പൊ സ്റ്റേഷനറി സാധനങ്ങൾക്കുള്ള അവിടെയൊക്കെ കടയിലൊക്കെ സ്റ്റേഷനറി സാധനങ്ങളുള്ള സ്ഥലം ഇവിടെ കുറവ്. ഇവിടെ കടകൾ ഇവിടെ കുറവാണ്. കൂടുതൽ പച്ചക്കറിയും മത്സ്യങ്ങളും എല്ലാം തിരക്ക് കുറഞ്ഞല്ലേ? ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്, നിൽക്കാൻ പറ്റില്ല. അതാണ് ഈ ചാല മാർക്കറ്റിൽ ഒരു തിരക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പതിവ് പോലെ ആൾക്കാർ എത്തുന്നുണ്ട്. പക്ഷേ പഴയ ഒരു തിരക്കുണ്ടോ എന്നുള്ള സംശയമാണ്. എന്താണെങ്കിലും അവിടെ ഈ ചാക്കുമായിട്ടൊക്കെ ഒരുപാട് പേര് നടന്നു നീങ്ങുന്നുണ്ട്. ഇവിടെ വളരെ സൂക്ഷിച്ച് സേഫായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജോലി നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് നല്ലൊരു പൂവിന്റെ കാഴ്ചയിലേക്ക് പോകാൻ തോന്നുന്നു. പൂവിന്റെ കാഴ്ച എന്ന് പറഞ്ഞത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ ഒരു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് 1.5 വർഷം മുമ്പ് വെട്ടിയുപേക്ഷിച്ച ഒരുപാട് ബൊഗെയിൻവില്ല ചെടികളുണ്ടായിരുന്നു. അതൊക്കെ ശേഖരിച്ച് അതിന് വീണ്ടും പുനർജന്മം നൽകി ഈ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സിജി ആ വാർത്ത നമ്മൾ ന്യൂസ് 8 നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്. ഇപ്പോൾ ആ ബൊഗെയിൻവില്ല ചെടികളൊക്കെ ചേർന്ന് അതൊരു വലിയ തോതിൽ എന്താ പറയാ, ഈ സിജിക്ക് ഇപ്പോൾ ആ കുടുംബത്തിന് അതൊരു വരുമാന മാർഗം കൂടി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ പൂക്കാഴ്ച ഒന്ന് കണ്ട ശേഷം വേഗം മടങ്ങി എത്താൻ ചാനലിലേക്ക്, മോർണിംഗ് വെബ്സിലേക്ക്. ഭയങ്കര സന്തോഷ കാഴ്ചയാണ്. ഇവിടെ ആകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി അന്ന് പിഴുതെറിയപ്പെട്ട ചെടികൾ സിജി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് നമുക്ക് പിന്നിലെ ഈ പൂങ്കാവനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സിജിയും ശ്യാമയും നമ്മളോടൊപ്പം ചേരുവാണ്.
ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. അന്ന് പിഴുതെറിയപ്പെട്ട ചെടികളുമായി ഇവിടെ വരുമ്പോ ഇത്രമാത്രം ഭംഗിയുള്ള ഒരു തോട്ടമായി മാറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫിലിപ്പീൻസിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു 100% ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന്. പക്ഷെ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഞാൻ ചെയ്യുന്ന എന്തോ ഭ്രാന്തത്തിലാണെന്നും പറഞ്ഞ് എന്നെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവധി ദിവസമൊക്കെ പോയി വലിയ തടിയൊക്കെ എടുത്തിട്ട് വരാൻ നേരത്ത്. പക്ഷെ ഇപ്പൊ കണ്ടു, ഇപ്പൊ ഒരു 100-100ഓളം വലിയ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് പൂന്തോട്ടമായിട്ട്. ഞാൻ പറയണ്ടല്ലോ, കാണാൻ മാത്രം ഉണ്ട് ഇവിടെ. അതേപോലെ ബൊഗൈമിൽ വെച്ച് പല പല മോൾഡൊക്കെ ഇണക്കിയിട്ടുണ്ട്. അതെല്ലാം സക്സസ് ആയി, ഇപ്പൊ ഗംഭീരമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലേക്കൊക്കെ നിങ്ങൾ മാറിയല്ലേ? വ്യവസായത്തിൽ വൈഫ് അന്നേരം ഒരു നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ജോലി സംബന്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വൈഫ് തന്നെയാണ് ബാക്കിയുള്ള നഴ്സറി പരിപാടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വൈഫ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുമ്പോൾ തണ്ടുകൾ മാത്രമാണ്, അതിനകത്ത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഇപ്പം ഒരു തണ്ടിൽ നിന്ന് തന്നെ പല കളറിലെ പൂക്കൾ, ഭയങ്കര ഭംഗിയാണ് ഇവിടെ. തീർച്ചയായിട്ടും അന്ന് വന്നപ്പോ നമ്മള് ഭയങ്കര ഒരു എഫേർട്ട് എടുത്തു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ വീട്ടിലെ അച്ഛൻ, അമ്മ, ഇവർക്കെല്ലാം ഇതിന്റെ ഏകദേശം 90% പേർക്ക് അറിയാം. എല്ലാവരും ബോഗൺവില്ല കൃഷി ചെയ്യുന്ന ആളുകളായി. തീർച്ചയായിട്ടും. ശ്യാമേ, ഒരു വീട്ടമ്മ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബോഗൺവില്ല ചെടികൾ കൊടുക്കത്തക്ക രീതിയിലേക്ക് ശ്യാമ വളർന്നിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംരംഭത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൃഷി ഇവിടെ ചെയ്യുമെന്നല്ലാതെ ഇതിന്റെ പരിചരണവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇദ്ദേഹമാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഇത്രയും ശരണി പറഞ്ഞ പോലെ ഒരു ഗാർഡനായി മാറിയപ്പോഴാണ് ഇത്രയും വലിയ സന്തോഷം തോന്നുന്നത്. പിന്നെ ഒരു സങ്കടമുള്ള ഇപ്പം 80% നമുക്ക് പോയി. കുറെ ആളുകൾ വാങ്ങി. 20% ചെടികളെ ഇവിടെ ഉള്ളൂ. അതിന്റെ ഒരു വലിയ സങ്കടമുണ്ട്. അതാണ് നമ്മൾ അന്ന് ന്യൂസ് 8 ഇവിടെ വരുമ്പോഴേ ഇവര് കൃഷി തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഈ സിജി ഇവിടെ നടന്ന ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി വെട്ടിമാറ്റപ്പെടുന്ന ചെടികളെല്ലാം ശരിക്കും ഒരു പുനർജീവനം, അതിനെ ഒരു പുതിയ ജന്മത്തിലേക്ക് ആ ചെടികളെ കൂട്ടിക്കൊണ്ട് വരാനാണ് ചെയ്തത്. കുറെ പഴക്കമുള്ള തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തണ്ടുകളൊക്കെയാണ് അന്ന് കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവന്നപ്പോൾ ശ്യാമ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, അന്ന് ശ്യാമ സംസാരിക്കുമ്പോഴും പറഞ്ഞു ഇത് ഭയങ്കര ഒരു എഫേർട്ടാണ്, എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. അതെ, തീർച്ചയായിട്ടും. ഇത്രയും കമ്പ് കൊണ്ടുവന്ന് ഇത്രയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഹസ്ബൻഡ് റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ ഇതും കൊണ്ട് വരുമ്പോ തലയ്ക്ക് വെട്ടാന്നാ തോന്നിയത്. തലയ്ക്ക് വെട്ടാന്നാ തോന്നിയത്. പക്ഷെ ഇപ്പൊ ഇതില് ഒരു പൂവിലെന്താ ഒരു കളർ മാത്രമല്ലല്ലോ, പല കളർ. ആദ്യം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന ഒരു 10ഓളം കളേഴ്സ് ഉള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ പോയി. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴാണ് ഇത് ചെറുതല്ല, ഇത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി തന്നെയാണെന്ന് മനസ്സിലായത്. ഇപ്പം കേരളം മുഴുവൻ ഈ കഞ്ഞിക്കുഴിയിലെ ബൊഗൈൻവില്ല ഗാർഡനെ കുറിച്ച് അറിയാം. അതാണ് 35,000 രൂപയ്ക്കൊക്കെ വരെ ഒരു ചെടി പോയി എന്നുള്ളതാണ് ഇവര് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കർഷക സർക്കാർ ജോലിയാണ്, പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലേ കാർഷിക വൃത്തി ഇപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല, കൃഷി നമുക്കൊരു പാഷനാണ്. ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നമ്മൾ ക്യാരറ്റൊക്കെ നല്ല രീതി 3 കിട്ടുന്നേക്കാൾ നല്ല വിളവെടുത്താണ്. ഇപ്പൊ സമയക്കുറവുണ്ട്, എങ്കിലും കിട്ടുന്ന ഒഴിവ് സമയമൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ ഗാർഡനാണ് കാണേണ്ടത്. എങ്ങനെയാണ് ആ കിട്ടിയ തണ്ടുകളെ വികസിപ്പിച്ചെടുത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡനാക്കി, ഒരു പൂന്തോട്ടമാക്കി മാറ്റിയെന്ന് നമുക്ക് ശ്യാമ വിവരിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഭംഗി ഈ അമ്പല തന്നെ അല്ലേ? ഈ കളറും ഒരു വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പൊ ഒരു 1-2 വർഷമായുള്ള ഈ കളർ റിലീസായിട്ടും തോന്നുന്നു. ഇത് ഫ്ലെയിം റെഡ് എന്നാണ് ഇതിന്റെ ID നെയിം. അന്ന് നമ്മൾ വരുമ്പോ ഈ ഫ്ലെയിം റെഡ് കുഞ്ഞു തൈകളല്ലേ? കുഞ്ഞു തൈകളാണ്. പിന്നെ ഞാൻ ഇതിലൊരു വെറൈറ്റി ആയിട്ട്, നമുക്ക് ഇഷ്ടംപോലെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഇഷ്ടംപോലെ ഭാവനകൾ വരത്തില്ലേ, അതുപോലെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു അമ്പർല ചെയ്ത കൊള്ളാമെന്ന്. അതായത് ചെറിയ അമ്പർലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ, പക്ഷെ ഇത്ര ഒരു 7 അടി ഹൈറ്റിൽ ഒരാൾ, എനിക്കിപ്പോൾ ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, ഞാൻ നിന്നെപ്പോലെ എൻ്റെ തല മുട്ടാത്ത രീതിയിൽ ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഡയാമീറ്ററിൽ ഒരു 4 ചെയറിടാവുന്ന രീതിയിൽ ഒരു അമ്പർല, അത് ഇന്ത്യയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുരി വരെ ഇതിനകത്ത് കൂട് കൂട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തൈകൾക്ക് വില കൂടുതലല്ലായിരുന്നോ? ഫ്ലെയിം റെഡ് ഒക്കെ ഇപ്പോഴും നല്ല മാർക്കറ്റ്. ഓൺലൈനാണോ വാങ്ങിയെന്ന്? ഞാൻ വാങ്ങിച്ചെല്ലാം ഓൺലൈനാണ്, നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. നല്ല ക്യാഷ് ആദ്യം ഈ പ്ലാന്റ് റിലീസ് ആകുന്ന നേരത്ത് നല്ല റേറ്റ് ആണ്, ഒരു 5,000 രൂപ റേഞ്ച് വരും ഒരു തൈ. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പിന്നെ അത് ജസ്റ്റ് ഒരേ വർഷം ചെല്ലും തോറും പിന്നെ നമ്മൾ വികസിപ്പിച്ചോ, നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നു, നമ്മളെടുത്തു, പിന്നെ അതൊക്കെ ചെയ്തെടുത്ത്. പിന്നെ നമുക്കൊന്ന് നടന്നു കാണാം ചേട്ടാ. തീർച്ചയായിട്ടും. ഇതിന്റെ പണ്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളൊരു പ്രൊപ്പഗേഷനും ഇതിന്റെ ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് വരും. ഇതുണ്ട്, ഇത് നമ്മള് ഈ തണ്ട്, ഇതൊന്ന് പ്രേക്ഷകർ കാണണം. ഈ തണ്ടാണ് ഇവര് ആദ്യം കളക്ട് ചെയ്തത്, എന്നിട്ട് ഈ തണ്ടിൽ ഗ്രാഫ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അതൊന്ന് പറയൂ, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് തടി കിട്ടുക.
ഈ കടലാസിലയുടെ നാടൻ ചെടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് റൂട്ട് പിടിപ്പിക്കുക. ഏറ്റവും റിസ്ക് റൂട്ട് പിടിപ്പിച്ച് 1 വർഷം വേണം റൂട്ട് പിടിച്ചൊന്ന് ഹെൽത്തി ആകണമെങ്കിൽ. റൂട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏത് കളറാണോ ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആ കളറിന്റെ ഒരു 4-5 കട്ടിങ്സ് എടുത്ത് നമ്മൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പൊ ഈ ശ്യാം, ഇത് ഈ ഇത്രയും ഇങ്ങനെ ബുഷി ആവാനായിട്ട് എത്ര സമയം എടുക്കും? ഏകദേശം ഒരു 1 ഇയർ ഒക്കെ എടുക്കും. 1 ഇയർ എടുക്കും. ഈ ഫ്ലവറിംഗ് അപ്പൊ ഉടനെ തുടങ്ങാറുണ്ടോ? 2 ഹാർഡ് പൂളിംഗ് കഴിഞ്ഞ ശേഷം ഈ ഷേപ്പ് ആകത്തുള്ളൂ. അതായത് നമുക്കൊരു അംബ്രല്ല ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു 2 വർഷം വേണം. അതായത് ഇതിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്തിങ്ങനെ ഷേപ്പ് ആകത്തില്ല. നമ്മളതിനകത്ത് ഒരു ചെമ്പ് കമ്പിയൊക്കെ ചുറ്റി നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് ആ കമ്പി പിന്നെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ തണ്ടുകൾ ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴേ ഡയറക്റ്റ് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നതൊക്കെ? ഒന്നും വേണ്ട, ഹോർമോണോ ഒന്നും അങ്ങനെ ആവശ്യമില്ല. ഇല്ല, തനിയെ പിടിച്ചോളൂ. എത്ര ദിവസത്തിനുള്ളിൽ ഈ തണ്ടുകൾ ഇതിനകത്ത് പിടിച്ച് കയറും? തണ്ടുകൾ ഒരു 15 ദിവസത്തിനുള്ള റിസൾട്ട് അറിയാൻ പറ്റും പിടിക്കുമെങ്കിൽ. നമ്മുടെ സമയം എല്ലാ സന്ദർഭമൊക്കെ ആണെങ്കിൽ പക്കയായിട്ട്. പരാജയപ്പെട്ടിട്ടുണ്ടോ? പിന്നെ പരാജയം ഇത് വിജയം എന്ന് പറയാം. പരാജയമായിരിക്കും ആദ്യം, പിന്നെ അത് വിജയത്തിലൊക്കെ നമ്മൾ എത്തിക്കും. കഠിന ശ്രമം മതി, ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് ഈ വൈറ്റ് എന്തോ, ഏത് വൈറ്റ്? സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞ് നല്ല ഡിമാൻഡ് ഉള്ള തീർച്ചയായിട്ടും ഒരു 50 ദിവസം നിൽക്കും ഫ്ലവർ. 50 ദിവസം നിൽക്കും ഈ പൂക്കൾ? തീർച്ചയായിട്ടും 50 ദിവസം കഴിഞ്ഞ ഒരു ഫെയ്ഡായി പോകത്തുള്ളൂ. വിരിഞ്ഞ് കഴിഞ്ഞാൽ 50 ദിവസം. അപ്പൊ ഈ വേനൽക്കാലത്തുണ്ടല്ലോ ശ്യാമേ, ഈ വേനൽക്കാലത്താണോ ഏറ്റവും കൂടുതൽ ഫ്ലവറിംഗ് വരുന്നത്? അതെ അതെ, ഇത് കാരണം ചൂട്, സൺലൈറ്റ് ആണ് ബൊഗൻവില്ലയ്ക്ക് ഏറ്റവും ആവശ്യം. കാരണം പിന്നെ വേനൽക്കാലത്ത് മുഴുവൻ പൂക്കാലമാണ്. പൂക്കാലമാണ്. ഇത് കണ്ട, ഇത് മൾട്ടി കളറാണ് കണ്ട. അതായത് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ചെടികള്? ഭയങ്കര ചെടികൾ കൊടുക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ചെടി കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ഒരു ചെടി എനിക്ക് തരുമോ? മൈക്കിൽ പറ. ചെടി കൊടുക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് അവര് പറയുന്നത്. എന്തായാലും അച്ഛന്റെ കൃഷി, അമ്മ ആദ്യം പറഞ്ഞത് ഇത് അച്ഛന്റെ ഭ്രാന്താണെന്നാണ് പറയുന്നത് അല്ലെ, സിജിയുടെ ഭ്രാന്താണെന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം സിജി ഓരോ സ്ഥലത്ത് പോയി ഹൈവേയുടെ സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വെട്ടിക്കളയുന്ന മരങ്ങളിലെ തണ്ടുകളെല്ലാം കളക്ട് ചെയ്യും. ഓട്ടോറിക്ഷയിലൊക്കെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതും കൊണ്ടല്ലേ അത് കണ്ടുവെക്കുമായിരുന്നു പണ്ട്. അതായത് ഏതെങ്കിലും സ്ഥലത്ത് പൊളിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ സ്ഥലം നോക്കിയിട്ട് പിന്നെ ഞായറാഴ്ച ദിവസം ഓട്ടോ പിടിച്ചു പോകും അല്ലേ? തീർച്ചയായിട്ടും അവധി ദിവസം കിട്ടുന്ന ദിവസമൊക്കെ വണ്ടിയും പിടിച്ചു പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അന്ന് ആരും സപ്പോർട്ടില്ലായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാം ഫുൾ സപ്പോർട്ടാണ്. എനിക്കിപ്പോ ഒന്നും ചെയ്യേണ്ട, അവര് ബാക്കിയെല്ലാം വീട്ടുകാരെന്നെ നോക്കിക്കൊള്ളുന്നു. അന്ന് നമ്മുടെ വാർത്ത വന്നിട്ട് കൂടെ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും. എത്ര പേരാ വിളിച്ചത് ഈ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് അറിയാനും എന്നെ കൊണ്ട് അറിയാവുന്ന രീതി ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, സമയം കിട്ടുന്ന രീതി. പിന്നെ തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് ഇത്രയും പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പം ലേഡീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു ഒരാള് ഒരു പാഷൻ പിന്നീട് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറ്റി അവരത് സക്സസ് ആക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ ശ്യാമയ്ക്ക് ഒരു വരുമാന മാർഗത്തിലേക്ക് ഇത് എത്തിയല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ പോകുന്നു ഈ സന്തോഷ കാഴ്ചകൾ എന്നുള്ളതാണ്. ഒരുപാട് പൂക്കൾ കാണാനുണ്ട്, ഒരുപാട് വെറൈറ്റികൾ കാണാനുണ്ട്. ഈ വലിയൊരു സന്തോഷം. നമ്മൾ 1 വർഷം മുമ്പ് വരുമ്പോ ഇത് ഇങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു. 1-2 ചെടികളല്ലേ പല കളറിൽ ഫ്ലവർ ചെയ്ത്. ഇപ്പൊ 19 കളർ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ അന്ന്? അന്നൊരു 12 ഉണ്ടായിരുന്നു. 12 കളറുകൾ ഒരുമിച്ച് പൂത്തിട്ടില്ലായിരുന്നു. അതാ നമുക്ക് അന്ന് ഇതേക്കുറിച്ച് അത്ര നമ്മള് പാഠം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ആ സ്റ്റഡി ചെയ്തു ഓരോ ഇനം വെച്ച് അങ്ങ് ചെയ്യണമെങ്കിൽ എല്ലാം. പിന്നെ ഒരു വളമൊക്കെ എങ്ങനെയാ? വളം എന്ന് വെച്ചാൽ നമ്മള് രാസവളമുണ്ട്, ജൈവവളമുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്താ ചെയ്യുന്നത്. എന്താ കൊടുക്കുന്ന ജൈവവളമായിട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ പിണ്ണാക്കും കൂടി പൊളിപ്പിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ NPK യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ DAP യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര മതി. പിന്നെ സൺലൈറ്റും, പിന്നെ വെള്ളം അധികം ആകരുത്. അധികം വെള്ളം പാടില്ല. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഉച്ച സമയമായതുകൊണ്ടായിരിക്കും അല്ലേ? ചെടി ഇച്ചിരി വാട്ടം വേണം. അപ്പൊ എങ്ങനെ നനക്കുന്ന? 1 ലിറ്റർ വെള്ളം മതി ഒരു പോട്ടിന് ഒരു ദിവസം. ഇത്രയും വലിയ പോട്ടിനും 1 ലിറ്റർ മതി. ഇപ്പൊ ചെടിയുടെ ഉച്ച കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ലീഫ് കൂടും, ഫ്ലവർ ഉണ്ടാകത്തില്ല. ഇതിന് തണ്ടുകളൊക്കെ പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ എന്താ ചെയ്യണ്ടേ? സൺലൈറ്റ് മതി. പിന്നെ നമ്മൾ തണ്ടുകളൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ? ഇപ്പൊ വേണ്ട, ഇപ്പൊ ഈ പൂക്കാനുള്ള ടെൻഡൻസിയാണ് ഈ വേനൽക്കാലത്ത്. മഴക്കാലത്ത് മാത്രമാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇപ്പം ഒരു ബൊഗൈൻവില്ല ട്രെൻഡാണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട്. കേരളം മൊത്തം യാത്ര ചെയ്യുമ്പോൾ അറിയാം, നഴ്സറികളിലൊക്കെ ഭയങ്കര. അന്നേരം നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ വിട്ട് വേറെ എങ്ങും ഇല്ല എന്നൊരു സങ്കടമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ ചാനൽ വന്നതുകൊണ്ട് ഇഷ്ടംപോലെ പേര് എന്നെ വിളിച്ച് പേഴ്സണായിട്ട് വിളിച്ചിട്ട് ഗ്രാഫ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കിട്ടാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ സക്സസ് ആയിട്ട് ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് വരുന്നുണ്ട്. അന്നേരം നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ കൊണ്ട്. അതാണ് സിജിയുടെയും ശ്യാമയുടെ ഒരു പ്രത്യേകത. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവരെല്ലാവർക്കും പങ്കുവച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെയല്ല, വിദേശത്താണ് കൂടുതലായും ഇത്തരത്തിലൊരു കൃഷി രീതി. ഫിലിപ്പീൻസിലാണ് കൂടുതലും ചെയ്യുന്നത്. ഈ ബോഗൺവില്ലയിൽ ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡൊക്കെ ഉണ്ടായിരുന്നത് പുറത്തല്ലേ കൂടുതലും? തായ്ലൻഡ്, ഫിലിപ്പീൻസ് ഒക്കെ ഞാൻ സാധാരണ യൂട്യൂബിലൊക്കെ കാണാനല്ലേ പഠിച്ചത്? അതെ. ആ കോവിഡ് സമയത്തൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിലൊന്നും ഞാൻ പറഞ്ഞില്ല ഇതേപോലെ ഒരു അമ്പർലൊന്നും ഇല്ല. തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട് ആ പൂ.
അംബ്രല്ല ഇല്ല. അതായത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇത്ര ഹൈറ്റിലും ഇത്രയും ഭംഗിയായിട്ടൊരു, ഞാൻ ഇപ്പം ഇന്ത്യൻ ബൊഗൈമില ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, അവർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെന്നാ പറയുന്നത്. എന്നാ പിന്നെ എന്നോട് സംസാരിക്കുന്നവരൊക്കെ ചൈന, തായ്ലൻഡ്. വലിയ ഒരു അമ്പർല അല്ലേ? അതെ അതെ. എന്തായാലും ഇത് കണ്ടോ, ഈ തണ്ട് കണ്ടോ, ഒരുപക്ഷെ 1.5 വർഷം മുമ്പ് അന്ന് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അന്ന് ഒരുപക്ഷെ മണ്ണടിഞ്ഞു പോകണ്ട അല്ലേ, വെട്ടിമാറ്റി ഉപേക്ഷിച്ച തണ്ടുകളാണ്. ആ തണ്ടുകളൊക്കെയാണ് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ പ്രകൃതിയെ സ്നേഹിച്ചു, ഒപ്പം തന്നെ പോയ അതങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ആ ചെടികളെ അവർ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും പ്രത്യേകത. എന്തായാലും 1 വർഷം മുമ്പ് നമ്മൾ വരുമ്പോൾ ഉള്ള കാഴ്ചയിൽ നിന്നും അത് കൂടുതൽ വിപുലപ്പെട്ട് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സിജിക്കും ഷാമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും ഈ സന്തോഷ കാഴ്ചകൾ ഇനിയും നമുക്ക് കണ്ട് മടങ്ങി വരാം. എന്തായാലും എല്ലാവരും ഇവരിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഓക്കെ, ആലപ്പുഴയിലെ ആ ബൊഗൻവില്ലയുടെ കാഴ്ചയാണ് കണ്ടതെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ചാലയിലെ പൂക്കളുടെ കാഴ്ചയാണ്. മനോഹരമായിട്ടുള്ള പൂക്കളുടെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അത് ചെറിയ ഷോപ്പൊന്നുമല്ല. നമ്മൾ കരുതും ഇപ്പൊ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ളവർ ഇത്രമാത്രം പൂക്കളുടെ ഒക്കെ ഒരു സാഹചര്യം ഈ ഓണക്കാലത്ത് മാത്രമല്ലേ കച്ചവടം നടക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല, പൂക്കളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. വിവിധ തരത്തിലുള്ള പൂക്കൾ ഇവിടെ ചാലയിലെ ഒട്ടുമിക്ക പൂക്കടകളിലും കാണാൻ കഴിയുമെന്നുള്ളതാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഈ പൂക്കൃഷിയൊക്കെ, പൂക്കച്ചവടമൊക്കെ ഈ ഓണത്തിന് മാത്രമാണോ? ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ പോകുന്നത് അരളി, ജമന്തി, ഇതൊക്കെ തന്നെ. അരളിയും ജമന്തി ഒക്കെ അല്ലേ? പൂ വരുന്നത് ഈ തോളയം തന്നെയാണോ? തോള മാത്രമല്ല, ബാംഗ്ലൂര്, തൃശ്ശൂര് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. മധുര, ദിണ്ടുകൽ. അപ്പൊ ഈ പൊങ്കാലയൊക്കെ ആയിട്ടാകുമ്പോ എങ്ങനെയാ പൂ കൂടുതൽ കച്ചവടം വരുന്നുണ്ടോ? പൊങ്കാലയ്ക്ക് പൊങ്കാല അടുപ്പിച്ച് വരുള്ളൂ. ഇപ്പോഴല്ല, വേറെ ക്ഷേത്രങ്ങളിലെ ഉത്സവം ഉണ്ടല്ലോ, അതനുസരിച്ച് പോകും. ഓക്കെ 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 ഓക്കെ. ഈ ഒരു നിമിഷം ചേട്ടാ ഒന്ന് അതെന്താണെന്ന് കാണിച്ചു തരാമെന്ന് അറിയണ്ട. ആയിരിക്കുന്നത് അത് തെങ്ങിൻ കൊല്ലയുടെ ഇപ്പൊ നിൽക്കുന്നത് ഏതാണ്? ഇത് ഞാൻ ഇതെന്താ സംഭവം? കവുങ്ങിന്റെ പൂ. കവുങ്ങിന്റെ അത് എന്തിനു ഉപയോഗിക്കുന്നതാണ്? അത് ആയില്യത്തിന് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ കല്യാണത്തിന് തട്ടങ്ങളിൽ താലം വയ്ക്കാൻ വേണ്ടി. ഓഹോ ഓക്കെ. അതൊക്കെ അപ്പൊ സ്ഥിരമായിട്ട് കച്ചവടം പോകുന്നതാണല്ലേ? പോകുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ റോസ്, ഇത് ജെർബ്ര. ഇതെന്താണ് ഈ പൂ? അതാ ഹൈബ്രിഡ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഓൾറെഡി ബൊക്കെയായിട്ടൊക്കെ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണോ? അത് ബൊക്കയല്ല, അവിടെ നിന്ന് അങ്ങനെ വരുന്നതാണ്. അതിൽ നിന്ന് ഞങ്ങളടുത്ത് ബൊക്കയായിട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. അതിനെത്രയാ ഒരു ഇതിന്? അതൊരു ബണ്ടിലിന് 350 രൂപയാണല്ലേ? ഇപ്പൊ ജമന്തിയുടെ വില? ഇപ്പൊ ജമന്തി 100 രൂപ. ഓണൊക്കെ ആകുമ്പോ അത് വലിയ റേറ്റ് ആവും. അത് റേറ്റ് ആവും. ഇപ്പൊ വാങ്ങി സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ചീഞ്ഞൂല്ലേ? അതെ അതെ. അപ്പൊ എന്താണ് പൂക്കളുടെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോ ഇവര് പറയുന്ന പോലെ അത് ഓണം എന്നുള്ളതൊന്നുമല്ല, പൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് സജീവമാണ്. അത് ഒരുപാട് പേർ രാവിലെ തന്നെ തേടിയെത്തുന്നുണ്ട്. ഇതൊരു കട മാത്രമാണ് കേട്ടോ. ഇവിടെ നമ്മൾ അടുത്ത കടകളിലേക്ക് കഴിഞ്ഞാൽ ഇവിടെയും ഇങ്ങനെ നിരവധിയായിട്ടുള്ള കടകളുണ്ട്. ഈ പൂവിന് മാത്രമായിട്ടുള്ള നിരവധി കടകൾ ചാലയിൽ കാണാൻ പറ്റും. ചേട്ടാ ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. പൊങ്കാല ആറ്റുകൾ ഉത്സവം ഇന്ന്, അതിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂ കൂടുതൽ പോയിട്ടുണ്ടോ? പോകുന്നുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ മാലയായിട്ട് കെട്ടുന്നതാണോ അതോ പൂ ലൂസായിട്ടാണോ? അല്ല, കെട്ട് ഹാരങ്ങൾ തന്നെ കൂടുതൽ. ഹാരങ്ങളാണ് കൂടുതൽ പോകുന്നല്ലേ? ഒരു ഹാരത്തിന് എന്താ വില? മിനിമം ആവറേജ് റേഞ്ച് നമ്മൾ കിട്ടുന്നുള്ളൂ. ഒരു 80-100 റേഞ്ചൊക്കെ വരുള്ളൂ. ഇപ്പൊ ഇത് അരളിയുടെ ഹാരല്ലേ? അത് 50 രൂപ ഉള്ളൂ. 50 രൂപ. ഇതോ? അത് 60. വേറെ 10 വ്യത്യാസമൊക്കെ വരുള്ളൂ. 60 അല്ലേ? ഇതിന്റെ ഈ വലിയ ഹാരത്തിന് ഇത് മിക്സ് ആണല്ലേ? റോസ് അത് 200 രൂപ. വലിയ ഹാരം 200 രൂപയോ അല്ലേ? കൂടുതൽ ഹാരങ്ങൾ നമ്മൾ ചിലവാകുമ്പോ നമ്മളത് അടിച്ചത് കൊടുക്കും. അപ്പൊ 5 ഒന്നിച്ചെടുക്കുമ്പോ വില കുറച്ചും റേഞ്ച് അങ്ങ് മാറും. താഴോട്ട്. ഇതെപ്പോ പൂ എത്ര മണിക്ക് എത്തും? പൂ കറക്റ്റ് 11 മണി. 11 മണിയോ? രാത്രി? അല്ല, പകല്. അപ്പൊ ഈ പൂക്ക് ഇന്നലെ പകലെത്തിയതാണോ? ഇത് കെട്ടി രാത്രി വൈകുന്നേരം കെട്ടിത്തീരുമ്പെല്ലാം വൈകുന്നേരം ആവും. രാത്രി ഉറക്കമൊന്നുമില്ലേ? കെട്ടിത്തിരുന്ന് പിന്നെ കച്ചവടം, പിന്നെ അടുത്ത് കച്ചവടം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എങ്ങനെ വിശ്രമമൊക്കെ? ഇപ്പൊ ഇടയ്ക്കൊക്കെ പോകാൻ, കാപ്പ് കുടിക്കാൻ എന്നാ ഉള്ളത്. മയക്കം അതൊന്നും ഇല്ല. അതിനിടയ്ക്കാർക്ക് ആരെങ്കിലും ആള് പറഞ്ഞു, അപ്പഴേ അവർ നമ്മളെ കണ്ടില്ല, അവരെ അങ്ങ് പോകും. അപ്പൊ ഒറ്റയ്ക്കാണ് ഇത് കട നടത്തുന്നത്? ഇല്ലല്ല, പകൽ വേറെ ആൾ വരും, നൈറ്റിന്. മാറിയാണ് രണ്ടുപേരും മാറി അങ്ങ് ചെയ്യും. ഓക്കെ.
അല്ലെങ്കിൽ കിട്ടില്ല, വിശ്രമം കിട്ടില്ല, ഉറങ്ങാനും പറ്റില്ല, ആൾക്കാർക്ക് റെസ്റ്റ് കിട്ടില്ല. മറ്റേ ഇതിപ്പോ നമ്മൾ ഇനി വീട്ടിൽ ചെന്ന് 2 മണിക്ക് ഉറങ്ങും, പിന്നെയും വൈകുന്നേരം വരേണ്ടി വരും. ഓ ശരി ശരി ശരി. അപ്പൊ എന്താടാ അടിച്ചു പൊളിക്കട്ടെ കച്ചവടം, നല്ല കച്ചവടം കിട്ടില്ല കേട്ടാ, നല്ല കണിയായിരിക്കും ഞങ്ങള്. ഓക്കെ. അപ്പൊ മോർണിംഗ് വൈബിങ്ങിന് പോകുമ്പോൾ ഈ ചാലയിൽ നമ്മൾ ആദ്യം കണ്ടല്ലോ, അവിടെ പച്ചക്കറി മാർക്കറ്റാണ്. ഇതാണ്ട് അവിടെ കിള്ളിപ്പാലം മുതൽ ഈ കിഴക്കേക്കോട്ട വരെയുള്ള ഒരു 2 കിലോമീറ്റർ ദൂരം ഈ ചാല മാർക്കറ്റ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന കേശവദാസ് രാജ, അദ്ദേഹമാണ് ഇതിന്റെ ഒരു ശില്പി എന്ന് പറയപ്പെടുന്നു. എന്നാലും അതിന് ഒരുപാട് പഴക്കമുണ്ട്. അദ്ദേഹം മറ്റൊരു പൂക്കടയിലുണ്ട്. ചേട്ടാ ഗുഡ് മോർണിംഗ്, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഈ രാവിലെ പൂ ഇന്നലെ എത്തിയാണോ അതോ രാവിലെ എത്തുന്നതാണോ? രാവിലെ വരുന്നതാണോ? എവിടുന്നാ വരുന്നത്? കോവാളെന്നാണ്. ഈ ജമന്തി മാത്രമല്ല, ഇല്ല. രാവിലെ ആളുകൾ പൂ അന്വേഷിച്ച് വരുന്നു. അപ്പൊ എങ്ങനെയാ ഈ ഉത്സവ സീസൺ ആയതുകൊണ്ട് തിരക്ക് കൂടുതലുണ്ടോ? വലിയ തിരക്കൊന്നും ആയിട്ടില്ല, ഉത്സവങ്ങളൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ. സീസൺ തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് വന്നോ ചേട്ടാ? അതെ ചേട്ടൻ ഇവിടെ ഇത് വെറ്റില കൊണ്ട് കെട്ടുന്നു. വെറ്റുകൊണ്ട് കെട്ടുന്നത് ഹനുമാൻ ക്ഷേത്രത്തിന് വേണ്ടി വെറ്റ കൊണ്ടുള്ള മാല അവിടെ ചാർത്തുള്ളൂ, ഇല്ലേ വടമാല ആയിരിക്കും. അതാണ് ചാർത്തുള്ളത്, വെറ്റുകൊണ്ട് കെട്ടുന്നത്. ഇതിന് ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരുണ്ടോ? വരും, അന്ന് പറയും ഒരു 3 കെട്ട് വെറ്റിയിൽ കെട്ടി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കൊടുക്കും. അപ്പൊ എങ്ങനെ ഇത് ഒരു 3 കെട്ടിന്റെ ഹാരത്തിന് എത്ര? 3 കെട്ടാണെങ്കിൽ ഒരു 1200 വാങ്ങിക്കും. 1200 രൂപ? പിന്നെ വിലയും വെറ്റയ്ക്ക് വില അടക്കല്ലേ, അത് കോലി ജോലി കൂലി എല്ലാം കൂടെ ചേർത്ത് വാങ്ങിക്കുന്നത്. ഒരു കെട്ടി വെറ്റ ചിലപ്പോ 250 രൂപ, ചില 300 ഒക്കെ ആയിരിക്കും. ഒരു കെട്ടി വെട്ടില്ലേ? അതിൽ എത്ര ഇലയുണ്ട്? ഒരു 100 കെട്ടിയാണ്. 100 ഇല ഒരു കെട്ടില്. അപ്പൊ ഒരു 3 കെട്ടാകുമ്പോ 300 ഇല. ഓക്കെ. ചേട്ടൻ വളരെ സ്പീഡിലാട്ടാ കെട്ടുന്ന രീതി ഭയങ്കര പെട്ടെന്ന് ടക്ക് ടക്ക് ടക്ക്. ഇത് എത്ര നാളായി ഈ തൊഴില്? ഞാൻ 45 വർഷം കൊണ്ട്. 45 വർഷം? വെറുതെ അല്ല ഇത്ര സ്പീഡ്. എവിടെ വീട്? എവിടെ? എന്റെ വീട് വന്ന് നെടുങ്കാട് വാർഡ് ആനത്താനം എന്ന് പറയും. ഈ പൂക്കച്ചവടം ഈ ഏരിയ എന്താ പറയുക സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ തെരഞ്ഞെടുക്കാൻ? അങ്ങനെ കൊച്ചുനാളിലെ ചാലയിൽ വന്ന് ജോലിക്ക് കയറി. പിന്നെ പൂ തന്നെ കെട്ടൊക്കെ തന്നെ ജോലി, പീസ് വർക്കും ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ജോലി തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കടയാരുടെയാ? കട വന്ന് ടി ചന്ദ്രൻ നായർ സൺസ് എന്ന് പറയും. അദ്ദേഹത്തിന് ഇദ്ദേഹമാണ് അതിന്റെ മോലാളിയായിരുന്നു. അദ്ദേഹം മരിച്ചു, ഇപ്പൊ മോനാണ് നടത്തുന്നത്. ഓക്കെ. ടി ചന്ദ്രൻ നായർ അല്ലേ? അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ നടത്തുന്നത്. ശരി ശരി. അപ്പൊ ഈ എങ്ങനെ പതിവായിട്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ ഇപ്പം ഈ ചാലയിലൊക്കെ വളരെ കുറവാണ്. ചാലയിലാണ് ഞങ്ങൾ എവിടെ പോകും പോവാൻ? ഇപ്പൊ കരമനയുണ്ട്, ഏത് ജംഗ്ഷനിൽ പോയിരുന്നാലും പൂക്കടയുണ്ട്. പൂവില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. റേറ്റ് വ്യത്യാസമില്ലേ അവിടെ ഇവിടെ തമ്മിൽ? അതെല്ലാം വ്യത്യാസമുണ്ട്. ചിലവർ ഇവിടുന്ന് കെട്ടി വാങ്ങിച്ചുകൊണ്ട് പോയി അവര് മാത്രം കച്ചവടം ചെയ്യണം, വിൽക്കുന്നു. അവരപ്പൊ എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഈ കെട്ടിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ട, കൂലി കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു കടയിൽ ഇപ്പം ഒരു 10 ആരം വേണം, അപ്പൊ അവര് നിങ്ങളുടെ അടുത്ത് 1200 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവരെത്ര രൂപയ്ക്ക് വിൽക്കും? അവര് കൂടുതൽ വയ്ക്കും. നമ്മൾ നമ്മളിപ്പോ ഒരു ഓർഡർ എടുക്കണത് വെറ്റാരം 1200 രൂപ എന്ന് പറഞ്ഞാൽ വെറ്റാരം ഓർഡർ എടുക്കണതാണ്. അപ്പൊ ഇതിന്റെ ലാഭം പോയിട്ട് ബാക്കി വെറ്റ വാങ്ങുന്നത് പിന്നെ മുതലാളിക്ക് എല്ലാം കാണല്ലോ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ. ഓക്കെ. അപ്പൊ എങ്ങനെയാ എത്ര മണിവരുണ്ട് ഡ്യൂട്ടി? രാവിലെ കയറി കഴിഞ്ഞാൽ തീർന്നവരുണ്ട്, രാത്രി 10 മണിയിലെ കാണും, ചിലപ്പോൾ 8 മണി രാവിലെ വീണ്ടും വരും. പിന്നെ രാവിലെ 5 മണിക്ക് കൂടെ എത്തും. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇത് ഒരു പൂക്കടയിൽ വന്നു. അവിടുത്തെ തിരക്കാണ്. ചേട്ടന്മാരൊക്കെ പടപടാന്ന് സ്പീഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പാടില്ലല്ലോ ഓർത്തിട്ടാണ് അധികം ചോദ്യങ്ങളില്ലാണ്ട് നമ്മൾ കിടക്കുന്നത്. എന്നാലും രാവിലെ നമ്മൾ ചാലയുടെ ഈ കിഴക്കേക്കോട്ട ഭാഗത്തേക്കുള്ള വഴിയാണിത്. കിഴക്കേക്കോട്ട ഭാഗത്തേക്കുള്ള വഴിയിൽ അവിടെയും ഇതുപോലെ ഒരുപാട് കടകൾ. ഞാൻ ഈ പോകുന്നത് സൈഡിൽ മുഴുവൻ ഇങ്ങനെ ഒരുപാട് പൂവിന്റെ കേന്ദ്രമായിട്ട് രാവിലെ നല്ല എന്താ പറയാ കണ്ണിനും മനോഹരമായിട്ടുള്ള കാഴ്ച സമ്മാനിക്കുന്ന ഒരുപാട് പൂക്കളെ പൂക്കളുടെ ചെണ്ടുകൾ, പലവിധമായിട്ടുള്ള വിവിധ ഇനത്തിലുള്ള പൂക്കളൊക്കെ കണ്ടിങ്ങനെ നമുക്ക് വേണമെങ്കിൽ നടക്കാം. രാവിലെ ഒരു വൈബിന് നടക്കാൻ ഇറങ്ങിയാൽ ഗംഭീരമാവും. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരെന്താ ചേട്ടന്റെ? ചേട്ടാ എങ്ങനെ എല്ലാ ദിവസവും കച്ചവടം ഉണ്ടോ ഇവിടെ? ചേട്ടൻ ലോട്ടറി കച്ചവടം ആണല്ലേ? ഇവിടെ മൊത്തം തിരക്കല്ലേ, അതിനിടയ്ക്ക് ലോട്ടറി കച്ചവടം നടക്കുമോ? ഇവിടെ ഒന്നും പാചകമായിട്ടൊക്കെ ചന്തയിലൊക്കെ കൊണ്ട് നടന്നാക്കാം, ഒന്നും പാചകമായിട്ടൊക്കെ പോകും. വീട് എവിടെയാ? വീട് ഇവിടെ തിരുവല്ലത്തിന്റെ അടുത്ത്. എത്ര വർഷമായി ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നത്? ഞാൻ ഈ ഇടക്കാലത്ത് തന്നെ തുടങ്ങിയത്. ആണോ? അപ്പൊ അതിനു മുമ്പ് വേറെ കച്ചവടങ്ങളായിരുന്നു. ആണോ? ഇവിടെ ചാലയിൽ തന്നെയാണോ? ഇല്ല ചാലയിലും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തും കച്ചവടങ്ങളാവും. ഇപ്പൊ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറയും ചായയിലെ തിരക്കൊക്കെ കുറഞ്ഞു, ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ തിരക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണോ? 10 മണി കഴിഞ്ഞാൽ തിരക്ക് ഞായറാഴ്ച കൂടുതൽ. ദിവസങ്ങളിൽ തിരക്കില്ല. ഹിന്ദിക്കാരന്മാരൊക്കെ വന്ന് സാധനം വാങ്ങിക്കാനൊക്കെ വരും. ഹിന്ദിക്കാരന്മാരാണോ ചാലയിൽ ഇപ്പൊ പ്രധാന കച്ചവടം, മീൻസ് വാങ്ങാൻ വരുന്ന ആളുകള്? മലയാളിക്കാരന്മാരെല്ലാം ബാക്കിയൊക്കെ
പിന്നെ മറ്റേ കച്ചവടത്തിനൊക്കെ പോകും, മാച്ചോണ്ട് പോകും. ഇപ്പൊ എല്ലായിടത്തും ഇത് കച്ചവടം ആയിപ്പോയി. വീടുകളിൽ കൊണ്ട് കച്ചവടം കൊടുക്കാറായതുകൊണ്ട് ഇവിടെ ചാലയിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചോ? ചായ കുടിച്ചു. കഴിച്ചോ? ശരി. ഓക്കെ. അപ്പോ ലോട്ടറി കച്ചവടം നടത്തുന്ന സുന്ദരേശൻ ചേട്ടനും ഇവിടെ ചാലയിൽ അധികം ആയിട്ടില്ല എന്നാ പറഞ്ഞു വന്നിട്ട്. അപ്പോ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പൂക്കളുടെ ഒരു നീണ്ട കടകളുടെ ഒരു ഇത് തന്നെയുണ്ട്. നമസ്കാരം, പേരെന്താ? രാധാചേട്ടാ, ഈ കട ചേട്ടനെയാണോ? എങ്ങനെയുണ്ട് കച്ചവടം ഉണ്ട് രാവിലെ? കച്ചവടം കുറവുണ്ട്. എത്ര വർഷമായി ഇവിടെ കച്ചവടം ചെയ്തു? ഇവിടെ 20 കൊല്ലായി. ഈ 20 വർഷം മുമ്പുള്ള ഒരു കച്ചവടം ഇപ്പൊ ഇല്ല. എന്താ പറ്റിയ ഒരു കച്ചവടമേ ഇല്ല. അറിയില്ല അല്ലേ? ശരി, എന്തായാലും കച്ചവടമൊക്കെ ശരിയാവും. ഉഷാറാവട്ടോ. അപ്പം നമുക്ക് ഈ ചാനലിലെ കാഴ്ചകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. മോർണിംഗ് വൈബ്സ് തിരികെ എത്തും. മോർണിംഗ് വൈബുമായി, ചാനലിലെ വൈബുമായി തിരികെ എത്താം ഒരു ഇടവേളയിലേക്ക്. പ്രീതി അപ്പോൾ മോർണിംഗ് വൈബ്സ് ഇപ്പോൾ ഉള്ളത് അത് സൂചിപ്പിച്ചല്ലേ ചാല മാർക്കറ്റിലെ വൈബ് തേടി ഇറങ്ങിയതാണ് മോർണിംഗ് വൈബ്സ്. അപ്പോൾ ഇവിടെ ഇതിപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് ഈ പലചരക്ക് സാധനങ്ങളുടെ പ്രധാന ഇടമാണ് ചാലയിലെ. ഇത് ഓരോരോ വഴികളുണ്ട്. ഓരോരോ വഴികളിലും ഓരോരോ പ്രധാന ഇടങ്ങൾ. ഇപ്പൊ ആദ്യം നമ്മൾ പച്ചക്കറി കണ്ടു, പിന്നീട് നമ്മൾ പൂ കണ്ടു. ഇപ്പോൾ അതുപോലെ ഇത് പലചരക്കിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ വഴി ഉടനീളം. അപ്പോൾ ഈ ചാലയിലെ വിവിധ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ചാലയിലെ വിവിധ വ്യവസായ സംരംഭങ്ങൾ അതിലേക്കൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അവർക്ക് കാഴ്ചകളാണ് കണ്ടത്. നമ്മൾ അതിനിടയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ കർഷകരുടെ ഒരു പ്രതിഷേധാഗ്നി അത് വലിയ തോതിൽ ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാജ്യത്ത് ഉടനീളം. അപ്പോൾ ഈ കർഷകർ ഇത്രമാത്രം പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ ഒരു കർഷകനായിട്ടുള്ള പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. നമുക്ക് കർഷകരുടെ ചാമ്പ്യൻ എന്നറിയപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ചൌധരി ചരൺ സിംഗ്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം ഈ അടുത്തിടെയാണ് അദ്ദേഹത്തിന് ഈ ഭാരതരത്ന നൽകി ആദരിക്കാനുള്ള തീരുമാനമൊക്കെ എത്തിയത്. വളരെ ചുരുങ്ങിയ കാലമേ പ്രധാനമന്ത്രി ആയിരുന്നുള്ളെങ്കിൽ പോലും കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അതായിരുന്നു. അപ്പോൾ ചൌധരി ചരൺ സിംഗ് എങ്ങനെ കർഷകരുടെ ചാമ്പ്യനായി? എന്തായിരുന്നു ചൌധരി ചരൺ സിംഗിന്റെ ലക്ഷ്യങ്ങൾ? ആരാണ് ചൌധരി ചരൺ സിംഗ്? കാണാൻ മാർപ്പോൾ ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ചൌധരി ചരൺ സിംഗ്. വളരെ ചുരുങ്ങിയ കാലം മാത്രം ഔദ്യോഗികമായി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ചരൺ സിംഗ് കർഷകരുടെ ചാമ്പ്യൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ എതിർത്ത അദ്ദേഹം കർഷകരുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി വാദിച്ചയാളാണ്. ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ നൂർപൂരിൽ ഒരു മധ്യവർഗ കർഷക കുടുംബത്തിൽ 1902 ഡിസംബർ 23-നാണ് ചരൺ സിംഗിന്റെ ജനനം. 1923-ൽ സയൻസ് ബിരുദം നേടിയ അദ്ദേഹം 25-ൽ ആഗ്ര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. നിയമത്തിൽ പരിശീലനം നേടിയിരുന്ന അദ്ദേഹം ഗാസിയാബാദിൽ പ്രാക്ടീസിംഗ് ആരംഭിച്ചു. 1929-ൽ മീററ്റിലേക്ക് മാറി. പിന്നീട് കോൺഗ്രസിൽ ചേർന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അദ്ദേഹം മനോഹർ ലോഹയുടെ ഗ്രാമീണ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ മേഖലയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം പശ്ചിമ ഉത്തർപ്രദേശും ഹരിയാനയുമായിരുന്നു. ഈ സ്ഥലങ്ങളിൽ പ്രബലമായ ജാട്ട് സമുദായത്തിന്റെ അംഗമായിരുന്നു ചരൺ സിംഗ്. ജാട്ട് സമുദായത്തിന് പ്രിയങ്കരമായിരുന്ന ആശയമായിരുന്നു ഗ്രാമീണ സോഷ്യലിസം. 1937-ൽ ചരൺ സിംഗ് ചപ്രോളി മണ്ഡലത്തിന്റെ പ്രതിനിധിയായി UP നിയമസഭയിലെത്തി. 1946-ലും 52-ലും 62-ലും 67-ലും അതേ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി. UP-യിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ശില്പി അദ്ദേഹമായിരുന്നു. 1939-ലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിഡംഷൻ ബില്ലിന്റെ രൂപീകരണത്തിലും അന്തിമ രൂപീകരണത്തിലും പ്രധാന പങ്കുവഹിച്ചു. ഇത് ഗ്രാമീണ മേഖലയിൽ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകി.
1946 പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ ഗവൺമെന്റിൽ പാർലമെന്ററി സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ, മരുന്നും പൊതുജനാരോഗ്യവും, നിയമം, വാർത്താവിതരണം തുടങ്ങിയ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1951 ജൂണിൽ ആദ്യമായി UPയിലെ ക്യാബിനറ്റ് മന്ത്രിയായി. നിയമ, വാർത്താവിതരണ വകുപ്പുകളുടെ ചുമതലയായിരുന്നു അന്ന് ലഭിച്ചത്. തുടർന്ന് 1952 ഡോക്ടർ സമ്പൂർണാനന്ദിന്റെ മന്ത്രിസഭയിൽ റവന്യൂ, കൃഷി വകുപ്പുകളുടെ മന്ത്രിയായി. റവന്യൂ, ട്രാൻസ്പോർട്ട് വകുപ്പുകളുടെ മന്ത്രിയായിരിക്കെ 1959 രാജിവെക്കുകയായിരുന്നു. 1960 CB ഗുപ്ത മന്ത്രിസഭയിൽ ആഭ്യന്തര, കൃഷി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. സുചേത കൃപലാനിയുടെ മന്ത്രിസഭയിൽ 1962-63 കൃഷി, വനം വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തിച്ചു. 1965 കൃഷിവകുപ്പ് ഉപേക്ഷിക്കുകയും അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. 1967 ഏപ്രിൽ 1 അദ്ദേഹം കോൺഗ്രസ് വിട്ടതോടെ സിംഗിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു വലിയ വഴിത്തിരിവിന് സാക്ഷ്യം വഹിച്ചു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം സംയുക്ത വിധായക് ദളിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1967 ഏപ്രിൽ 3 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായി. ഭാരതീയ ജനസംഘ്, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, സ്വതന്ത്ര പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തുടങ്ങിയ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ സഹായത്തോടെ രൂപീകരിച്ച കൂട്ടായ്മയാണ് സംയുക്ത വിധായക് ദൾ. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരായിരുന്നു അത്. ചരൺ സിംഗും സഖ്യത്തിലെ ഘടകകക്ഷിയായ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള തർക്കങ്ങൾ പരസ്യമായത് അംഗ്രേസി ഹഠാവോയുടെ പ്രക്ഷോഭം ആരംഭിക്കാൻ SSP തീരുമാനിക്കുകയും ഈ നീക്കത്തിനിടെ SSPയുടെ 2 മന്ത്രിമാർ അറസ്റ്റിലാവുകയും ചെയ്തതോടെയാണ്. തുടർന്ന് 1968 ജനുവരി 5 SSP സഖ്യത്തിൽ നിന്ന് പിന്മാറി. 1968 ഫെബ്രുവരി 17 ചരൺ സിംഗ് ഗവർണർ ബസവാഡ ഗോപാല റെഡ്ഡിക്ക് രാജിക്കത്ത് സമർപ്പിക്കുകയും 1968 ഫെബ്രുവരി 25 ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് പിളർന്നതോടെ 1970 ഫെബ്രുവരിയിൽ അദ്ദേഹം രണ്ടാമതും UP മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന്റെ പിന്തുണയോടെ ആയിരുന്നു ഇത്. എന്നാൽ ആ വർഷം ഒക്ടോബർ 2 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനാൽ അദ്ദേഹത്തിന്റെ സർക്കാർ അധികകാലം പിടിച്ചു നിന്നില്ല. UPയിലെ മന്ത്രിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിലും അദ്ദേഹത്തിന്റെ കരങ്ങളായിരുന്നു. ഓരോരുത്തർക്കും കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് ഗണ്യമായി കുറച്ചുകൊണ്ടുള്ള ലാൻഡ് ഹോൾഡിംഗ് ആക്ട് 1960 ഉണ്ടായത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ സഖ്യത്തിന്റെ അംഗമായ ഭാരതീയ ലോക്ദൾ എന്ന പാർട്ടിയുടെ തലവനായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട അദ്ദേഹത്തിന് ജയപ്രകാശ് നാരായണൻ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണച്ചത് വലിയ തിരിച്ചടിയായി. അദ്ദേഹം ആ സമയത്ത് ഏറെക്കുറെ ആലങ്കാരിക പദവി മാത്രമായിരുന്ന ഉപപ്രധാനമന്ത്രി പദം കൊണ്ട് തൃപ്തിപ്പെട്ടു. പ്രതിപക്ഷത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിന് കോൺഗ്രസിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇതിൽ ആകർഷനായി അദ്ദേഹം ലോക്ദളും ഒന്നിച്ച് ജനതാ സഖ്യത്തിൽ നിന്ന് പിന്മാറി. ഇതോടെ ജനതാ സഖ്യം തകരുകയും മൊറാർജി ദേശായി രാജിവെക്കുകയും ചെയ്തു. വെറും 64 MPമാരുടെ പിന്തുണയോടെ ചരൺ സിംഗ് ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായി 1979 ജൂലൈ 28 സ്ഥാനമേറ്റു. 1979 ജൂലൈ 28 മുതൽ 1980 ജനുവരി 14 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിന്റെ കാലാവധി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ലോക്സഭ ഒരിക്കൽ പോലും കൂടിയിട്ടില്ല. ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന് തലേ ദിവസം കോൺഗ്രസ് ഭാരതീയ ലോക്ദൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും 1979 ഓഗസ്റ്റ് 20 അദ്ദേഹത്തിന്റെ സർക്കാർ താഴെ വീഴുകയും ചെയ്തു. തുടർന്ന് ചരൺ സിംഗ് രാജിവെക്കുകയും 6 മാസത്തിന് ശേഷം നടന്ന പുതിയ തെരഞ്ഞെടുപ്പ് വരെ, അതായത് 1980 ജനുവരി 14 വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്തു. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിക്കാൻ 2001 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ തീരുമാനിച്ചു. കർഷകരുടെ ഉന്നമനത്തിനും കാർഷിക മേഖലയുടെ വികസനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത്. കർഷകരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിതം സമർപ്പിച്ച നേതാവാണ് ചരൺ സിംഗ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. പ്രവർത്തനക്ഷമതയില്ലായ്മയും കഴിവുകേടും സ്വജനപക്ഷപാതവും അഴിമതിയും വെച്ചു പൊറുപ്പിക്കാത്ത കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിൽ സൽകീർത്തി ചരൺ സിംഗ് സമ്പാദിച്ചു. മികച്ച പാർലമെന്റേറിയനും പ്രായോഗികവാദിയുമായ അദ്ദേഹം പ്രതിജ്ഞാബദ്ധത കൊണ്ടും പ്രഭാഷണ ചാതുര്യം കൊണ്ടും രാഷ്ട്രീയത്തിൽ തിളങ്ങി. അർപ്പണ മനോഭാവമുള്ള പൊതുപ്രവർത്തകനും സാമൂഹ്യനീതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയുമായിരുന്ന അദ്ദേഹത്തിന് കരുത്തേകിയിരുന്നത് ദശലക്ഷക്കണക്കിന് കർഷകർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന വിശ്വാസമായിരുന്നു.
ചൌധരി ചരൺ സിംഗിന്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതമാണ് കണ്ടത് ഇപ്പോൾ മോർണിംഗ് വേവിൽ. എന്താണെങ്കിലും ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ആ ദൗത്യസംഘം അതിന്റെ ശ്രമങ്ങൾ അവിശ്രമം തുടരുകയാണ്. എന്നാൽ അവരുടെ ദൗത്യശ്രമങ്ങൾ ഇതേവരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രമം തുടരുകയല്ലാതെ മറ്റൊരു പോംവഴിയും നമ്മുടെ മുമ്പിലില്ല. ആ കാട്ടാനയെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെയും വനംവകുപ്പിന്റെയും ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇതേവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല, തയ്യാറാവുകയുമില്ല. അതെ, പക്ഷെ അതിനിടയിലാണ് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായത്. അത് ഒരു വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് എന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ് എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു അംഗം നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ അതിയായ ദുഃഖവും ഉണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിരുന്നു. മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജിൽ സൗകര്യം പരിമിതമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മിനിയാന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്നതും വസ്തുത തന്നെയാണ്. ആ കാര്യത്തിലും മനുഷ്യസാധ്യമായ ന്യായമായ എല്ലാ സഹായവും എല്ലാ സഹകരണവും പിന്തുണയും പോളിന്റെ കുടുംബത്തിന് ഗവൺമെന്റ് നൽകുന്നതായിരിക്കുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് 10-27 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അത്തരമൊരു യോഗം വിളിച്ചു കൂട്ടാനാണ്. കാരണം ഇന്ന് ഹർത്താലാണ്. ഇന്നവിടെ ഹർത്താലിൻ്റെ ഇടയിൽ ചെന്ന് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഹർത്താലിൻ്റെ ഇടയിൽ ഞങ്ങളാരെങ്കിലും പോയി അവിടെ കാറിൽ കയറി സഞ്ചരിക്കുന്നത് ഹർത്താലിനോടുള്ള ബഹുമാനക്കുറവായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇന്നേതായാലും പോകുന്നില്ല. ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിതല ടീം പോകണമെന്ന ആവശ്യമാണ് അവരോടൊന്ന് ഉന്നയിച്ചിരുന്നത്. ആ ടീമായിട്ട് പോകാൻ 2 പേരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എനിക്ക് പുറമെ റവന്യൂ മിനിസ്റ്ററും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഉണ്ടാകുന്ന നന്നായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ 2-3 ദിവസത്തിനകം ഈ ഉന്നതതല മന്ത്രിതല സംഘം തന്നെ വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കും. അങ്ങനെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ വിജയിപ്പിക്കണമെങ്കിലും ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് ഇനി വിളിക്കുന്നത് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ഒരു ഉന്നതതല യോഗമാണ്, ഒരു വിശാല യോഗമാണ് വിളിച്ചു കൂട്ടാൻ വേണ്ടി ആലോചിക്കുന്നത്. ഒരു കാര്യം, ഈ യോഗങ്ങൾക്കും തീരുമാനങ്ങൾക്കൊന്നും കുറവില്ല, പക്ഷേ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ സ്വീകരിച്ച പല കാര്യങ്ങളും തിരുത്തൽ വേണമെന്നാണോ? ഇപ്പോഴുള്ള സ്വീകരിച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികളൊന്നും അത്ര പര്യാപ്തമല്ലെന്നാണോ? എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, വന്യമൃഗങ്ങളെ പിടികൂടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് അരിക്കൊമ്പന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഇതിന് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയില്ലല്ലോ. മറ്റൊന്ന് അവർക്കുള്ള സഹായധനം. ഈ 2 മാർഗങ്ങളില്ലാതെ അപ്പോൾ പിന്നെന്താണ്? വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് കൂടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ കെ ശശീന്ദ്രൻ വനമന്ത്രിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. വയനാട്ടിൽ അവിടെ പ്രതിഷേധം, ഹർത്താല് ഒക്കെയും നടക്കുന്നു. തുടരെ കാട്ടാന ആക്രമണം നടക്കുന്നത്, മനുഷ്യജീവൻ അത് നഷ്ടമാകുന്നതൊക്കെ വലിയ ഗൌരവത്തിലാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഒപ്പം വയനാട്ടിലെ ജനങ്ങളും. ജിൻസ് തോട്ടുകര അവിടെ നിന്നും ചേരുന്നത്. ജിൻസ്, ഈ പ്രതിഷേധം അത് ഹർത്താൽ രൂപത്തിലാണ്. എന്താണ് ഒരു സാഹചര്യം? കർശനമാണോ? ഒരു തരത്തിലും ഒരു
സ്ഥാപനങ്ങൾ തുറക്കുക അല്ലെങ്കിൽ ഒരു വാഹന ഗതാഗതം ഒക്കെ നടക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്തോ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 4 ജീവനുകളാണ് ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലിയിട്ടുള്ളത്. ആദ്യം മൂടക്കൊല്ലിയിൽ പ്രജീഷിനെയും അതുപോലെ തന്നെ തോൽപ്പെട്ടിയിൽ ലക്ഷ്മണനെയും പടമലയും അജീഷിനെയും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പോളിനും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. UDF ആയിരുന്നു ആദ്യം ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം LDF-ഉം BJP-യും ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. ഈ വന്യമൃഗശല്യത്തിന് അടിയന്തരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഈ ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഈ അവശ്യ സാധന സർവീസുകൾ ഒഴിവാക്കിയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. നിലവിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു നടക്കുകയാണ്. പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ചൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് സുരക്ഷയും പോളിന്റെ മരണത്തോടെ ഈ വർഷം 3ാമത്തെ ആളാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ വയനാട്ടിൽ വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോളിന്റെ വീട്ടിലെത്തും. അതിനുശേഷം ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് മൃതദേഹം സംസ്കരിക്കുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് അജീഷിന്റെ മരണത്തിലും ഇത്തരത്തിലൊരു വലിയൊരു പ്രതിഷേധം അലയടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേ സാഹചര്യമായിരിക്കും നിലവിൽ ഈ ഇന്നത്തെ സാഹചര്യത്തിലും ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഈ മൃതദേഹം അല്പസമയത്തിനകം ഈ പാക്കത്തെ വീട്ടിൽ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എൽദോ. ശരി, ജിൻസ് തോട്ടുങ്കരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ഒരു കാര്യം കൂടി, പോളിന്റെ പോസ്റ്റ്മോർട്ടം അത് നടപടികൾ ആരംഭിച്ചോ? എപ്പോഴത്തേക്കാണ്? ഇനി മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനമായോ? ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പോളിന്റെ വീട്ടിലെത്തി പോളിന്റെ ബന്ധുക്കളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിലവിൽ 9:30യോടുകൂടെ ഈ പുൽപ്പള്ളിയിൽ മൃതദേഹം എത്തും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. അവിടെ നിന്നും ആംബുലൻസ് വഴിയായിരുന്നു വയനാട്ടിലേക്ക് ഈ മൃതദേഹവുമായി ബന്ധുക്കൾ പുറപ്പെട്ടിരുന്നത്. എന്തായാലും 9 മണിയോടെ ഈ പാക്കത്ത് എത്തും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. നേരത്തെ നമ്മൾ അജീഷിന്റെ മകൾ പറഞ്ഞതുപോലെ എന്റെ ഡാഡിക്ക് ഉണ്ടായതുപോലെ മറ്റൊരു കൊച്ചിനും ഈ സംഭവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഏക അത്താണിയായിട്ടുള്ള പോൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. ഭാര്യയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിനും ഈ കുട്ടിയുടെ പഠനം തുടർ പഠനങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ഈ പോളിന്റെ കടബാധ്യതകൾ എഴുതി തള്ളുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ രേഖാമൂലം കിട്ടിയാൽ മാത്രമേ ബന്ധുക്കൾ സംസ്കരിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് പുൽപ്പള്ളിയിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഈ സർവകക്ഷി യോഗത്തിൽ എല്ലാവരും പങ്കുചേരും. ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും രേഖാമൂലം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെയായിരിക്കും നിലവിൽ പ്രതിഷേധം നടക്കുക. എന്തായാലും ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചാൽ 3 മണിയോടെ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബ സുറിയാനി ഇടവക പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേരൂർ മക്നയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 7ാം ദിവസം പിന്നിടുകയാണ്. രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 7 മണി വരെ ഈ ദൗത്യ സംഘം ആനയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടിവെക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇന്നലെ ഈ പരവല്ലി ഇരുമ്പുപാലം ഈ ഭാഗങ്ങളിലായിരുന്നു കണ്ടത്. ഇന്ന് രാവിലെ നിലവിലുള്ളത് ഈ ഇരുമ്പുപാലത്താണ് ഈ ആനയുള്ളത് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ട്രാക്കിംഗ് ടീം അടക്കം ഈ വനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കങ്ങളായിരിക്കും നിലവിൽ നടത്തുക. പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു ആഴ്ച പിന്നിട്ടിട്ടും ഈ കൊലയാളിയായിട്ടുള്ള കാട്ടാനയെ പിടികൂടാത്ത വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഈ ദൗത്യ സംഘത്തോടൊപ്പം ഡോക്ടർ അരുൺ സക്രിയും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള 25 അംഗ ഫോറസ്റ്റ് ഫോഴ്സും ഈ ദൗത്യ സംഘത്തോടൊപ്പമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ
ഈ ആനയെ, ഈ കാട്ടാനയെ മയക്കുപിടി വെച്ച് പിടികൂടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ വനവകുപ്പുള്ളത്. അതേസമയം തന്നെ വയനാട്ടിൽ ഈ ഹർത്താൽ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ നിലവിൽ ഈ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തികളിലും അതുപോലെ തന്നെ കർണാടക അതിർത്തികളിലെല്ലാം വാഹനങ്ങൾ തടയുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ അവശ്യ സർവീസുകൾ ഒഴിവാക്കിയാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത്. 6 മണി വരെയാണ് ഹർത്താൽ ഉള്ളത്. എന്തായാലും നിലവിൽ അടുത്ത മണിക്കൂറുകളിൽ നിലവിൽ ഈ പ്രതിഷേധം അലയടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എൽദോ. ശരി, ജിൻസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വയനാട്ടിൽ നിന്ന്. എന്തായാലും പ്രതിഷേധം അവിടെ അത് രൂക്ഷമാണ്. ഹർത്താൽ, ഒപ്പം ഇന്ന് സർവകക്ഷി യോഗമുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട പോളിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ന് അവിടുത്തെ യാക്കോബായ പള്ളിയിൽ, പുൽപ്പള്ളിയിൽ മൃതദേഹം എത്തിക്കും. സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൻസാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. എന്നാൽ നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ തിരികെ എത്താം, കൂടുതൽ വാർത്തകളിലേക്ക് എത്താം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഭവ്യ വീണ്ടും ചേരും. അവിടുത്തെ വാർത്തകളുടെ മറ്റു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി നമ്മൾ തിരികെ എത്തുന്നു. വളരെ വേഗത്തിൽ വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് ഇടവേള. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇങ്ങനെ കാഴ്ചകളും വർത്തമാനങ്ങളും വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായി പോവുകയായിരുന്നു. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു ഈ ചാല മാർക്കറ്റിലെ. നമ്മൾ കുറച്ച് വാർത്തകളിലേക്ക് കൂടി പോകാം. ഭവ്യ ചേരും നമുക്ക് ഒപ്പം വാർത്തകളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഭവ്യ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ വാർത്തകൾ അത് നിരവധി വരുന്നു. ഇപ്പോൾ മോർണിംഗ് വൈബ്സ് കയറിയ ശേഷം തന്നെ ഇപ്പോൾ വനമന്ത്രിയുടെ പ്രതികരണം വന്നു. നമ്മൾ ജിൻസിന്റെ റിപ്പോർട്ടും കണ്ടു. എന്താണ് മറ്റു വാർത്തകൾ? ഇന്ന് സജീവമാകാൻ സാധ്യതയുള്ള വാർത്തകൾ ഏതൊക്കെയാണ്? നമ്മൾ ന്യൂസ് ഡെസ്കിൽ ഇന്ന് കരുതുന്ന കാഴ്ചകൾ ഏതൊക്കെയാണ് ഇനി വരും മണിക്കൂറിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്? തീർച്ചയായും എൽദോ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ന്യൂസ് ഡെസ്കിലാണ്. വലിയ തിരക്കാണ് ഡെസ്കിൽ. ഒരുപാട് വാർത്തകൾ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തിരക്കാണ്. നമുക്ക് കാണാം ഡെസ്കൊക്കെ ഭയങ്കര സജീവമാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. ഇവിടെ സിമി ചേച്ചിയുണ്ട്. സിമി ചേച്ചി അടുത്ത വാർത്ത തയ്യാറാക്കാനുള്ള തിരക്കിലാണ്. അപ്പുറത്ത് രേണുക ചേച്ചിയുണ്ട്. രേണുക ചേച്ചി വാർത്ത ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിൽ അവിടെ പണിയെടുക്കുകയാണ്. വെബുണ്ട്. എല്ലാവരും ഭയങ്കര തിരക്കാണ് രാവിലെ തന്നെ. നമ്മുടെ PCR അവിടെ ഇരുന്ന് കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വാർത്താ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാടായിരുന്നു. ഇന്നും വയനാട് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ നമ്മൾ രാവിലെ തൊട്ട് പ്രേക്ഷകരോട് പറയുന്നതാണ്, പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. വയനാട്ടിൽ ഹർത്താലാണ്. ഹർത്താലിൻ്റെ പ്രത്യേകത UDF, BJP, LDF എല്ലാവരും കൂടി ചേർന്നുള്ളൊരു സംയുക്ത ഹർത്താലാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ജനദ്രോഹ നയങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വന്യജീവി കൃത്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ടാണ് പ്രത്യേകമായി ഇന്ന് ഹർത്താൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വാച്ചറുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അല്ലെങ്കിൽ മൃതദേഹം ഇന്ന് വീട്ടുകാർക്ക് വിട്ടു നൽകും. ആ ഒരു വാർത്തയുണ്ട്. അതൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന കുറേ വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 17 ദിവസത്തിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ 3 മരണമാണ് കാട്ടാന ആക്രമണം മൂലം വയനാട്ടിൽ സംഭവിച്ചത്. അതുതന്നെ ഓരോ ദിവസവും ആളുകളെ സംബന്ധിച്ച് പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് വയനാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. അത്തരത്തിലൊരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്നലെ അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വീണ വിജയന്റെ വാർത്ത. അതായത് എക്സാലോജി കമ്പനിക്കെതിരായ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അത് തള്ളി ഇന്നലെ കർണാടക ഹൈക്കോടതി തള്ളി നമ്മൾ കണ്ടതാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ കർണാടക ഹൈക്കോടതി ഇന്നലെ തള്ളിയതിന്റെ ഉത്തരവ് ഇന്ന് 10:30 പുറത്തിറങ്ങും. ആ ഉത്തരവിൽ എന്തൊക്കെയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാവിലെ 10:30 അറിയാം. ആ വാർത്ത കൃത്യമായി നമ്മുടെ ന്യൂസ് ട്രെൻഡ്സിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. എന്തായാലും അതിൽ ഇന്ന് എന്തൊക്കെ സംസാരിക്കും, എന്തൊക്കെയായിരിക്കും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പിന്നെ രാജ്യവാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹി മദ്യനയ കേസ് നമുക്കറിയാം. ഈ മദ്യനയ കേസിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരാകണം എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഹാജരാവാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. എന്തായാലും ആ ഒരു വാർത്തയുണ്ട്.
പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും രാജ്യതലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് കർഷക സമരം നടക്കുകയാണെന്ന് നമുക്കറിയാം. ആ കർഷക സമരത്തിന്റെ വാർത്തയുണ്ട്. ഇന്നും കർഷക സമരം തുടരും. 5ാം ദിവസമാണ് കിസാൻ സംയുക്ത മോർച്ച ആഹ്വാനം ചെയ്ത കർഷക സമരം ഇന്ന് രാജ്യതലസ്ഥാനത്ത് തുടരുന്നത്. അങ്ങനെ വലിയ വാർത്തകൾ കൊണ്ട് രാജ്യതലസ്ഥാനവും സമ്പന്നമാണ്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ്. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങിയിട്ടുണ്ട്. മുന്നണികളൊക്കെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലുള്ള വാർത്തകൾ കൃത്യമായി പറയാനുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും CPM-ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3 ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാഥമിക പട്ടിക അത് CPM തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിനി ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ്. പ്രധാനമായും $365 മില്യൺ പിഴ അടയ്ക്കണമെന്നാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് കോടതി വിധിച്ചത്. ന്യൂയോർക്ക് സിവിൽ തട്ടിപ്പ് കേസിലാണ് അത്തരത്തിലുള്ളൊരു വിധി വന്നിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകളുള്ളൊരു ദിവസം തന്നെയാണ്. എന്തായാലും നല്ല കുറേ വാർത്തകൾ വരട്ടെ, ശുഭകരമായ വാർത്തകൾ വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അങ്ങനെ തുടങ്ങി ന്യൂസ് ഡെസ്ക് എന്തായാലും നല്ല തിരക്കിലാണ്. എന്തായാലും എൽദോ ബാക്കി വിശേഷങ്ങൾ എൽദോ നമ്മുടെ ചാല മാർക്കറ്റിൽ നിന്ന് പങ്കുവയ്ക്കുമെന്നാണ് കരുതുന്നത്. ശരി, ചാല മാർക്കറ്റിൽ നിന്ന് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. ഭവ്യ, എന്തായാലും ഈ വാർത്തകൾ സജീവമായിട്ടുള്ള ദിവസമാണ്. എന്റെ അമ്മ ഒപ്പൊരു വണ്ടി എന്നെയും കൊണ്ട് അങ്ങ് പോയേനെ, ഓട്ടോറിക്ഷ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കാണ് ചാലയിൽ. അപ്പൊ ചാലയിലെ കാഴ്ചകളൊക്കെ സംസാരിച്ചു വരുമ്പോൾ സ്വാഭാവികം ഇത്തരം തിരക്കിനിടയിൽ നിൽക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ പ്രധാനമായും കിട്ടുന്ന ആ ഒരു ഇടവഴിയിലാണ് നമ്മളുള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ ഇവിടുത്തെ ഒരു ചായക്കട. ചേട്ടാ ഗുഡ് മോർണിംഗ്. അണ്ണാ ഗുഡ് മോർണിംഗ്. ഇത് എവിടെ നിന്നാ? തിരുപ്പതി. ഇതിന്റെ പേരെന്താ പറയാ? ഇത് കമ്പയർ കട്ട സാധനം, ഡിസ്റ്റി ബൊമ്മ. ഓക്കെ, ഇതിന് എന്താ റേറ്റ് പറയണം? ഇത് വീട്ടിൽ കണ്ണോടെ തൂക്കുന്നത്. എത്ര റേറ്റ്? ഇത് റേറ്റ് 100 രൂപ. 100 രൂപ ഒരെണ്ണത്തിന് 100 രൂപ അല്ലേ? അപ്പൊ എങ്ങനെയാ സ്ഥിരം അവിടെ നിന്ന് വരികയാണോ ഇത് കച്ചവടം ചെയ്യാൻ? തിരുവനന്തപുരത്ത് വരും. ഡെയിലി അല്ല, വാർത്തലോട്ട് പോകും. നമ്മ താമസം നാഗർകോവിൽ. ഓക്കെ, നാഗർകോവിലാണ് വരാം അല്ലേ? ഓക്കെ. അന്നെ പേര് വിഷ്ണു. നല്ല ബിസിനസ് എടുക്കാം. നല്ല ബിസിനസ് എടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് ദൃഷ്ടി ബൊമ്മ, ഈ കണ്ണൊക്കെ കിട്ടാതെ വീടുകളിൽ തൂക്കിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അതിന്റെ റേറ്റ് 100 രൂപയാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് ഈ കോലം എഴുന്നള്ളിക്കുന്ന പതിവ് അത് നമ്മൾ കാണാറുണ്ട്. കാഴ്ച കോലം എഴുതുന്നതും നിർമ്മിക്കുന്നതും അത് വലിയ ശ്രമകരമാണ് ആ ജോലി എന്ന് പറയുന്നത്. ഈ കാലങ്ങളായി കോലമെഴുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന പത്തനംതിട്ട പടയണി ഗ്രാമത്തിലെ ഒരു കൂട്ടം കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരുടെ കാഴ്ചയാണ് ശേഷം മടങ്ങിയത്. പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ 5 കളറുകൾ ചേർത്താണ് ദേവിയുടെ കോലം വരയ്ക്കുന്നത്. മാവില വാട്ടിയ കരി, ചെങ്കല്ല്, പച്ചയും വെള്ളയും അടങ്ങുന്ന നിറങ്ങൾ എന്നിവയാണ് കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കുരുത്തോലയുടെ മടൽ ചെത്തി ഒരുക്കി തയ്യാറാക്കുന്ന ബ്രഷിലാണ് കോലം എഴുതുക. ഏറെ സമയമെടുത്തും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഓരോ കോലവും കലാകാരന്മാർ തയ്യാറാക്കുന്നത്. 101 പാള മുതൽ 1001 പാള വരെ ഉപയോഗിച്ചുള്ള കോലങ്ങളാണ് ഭക്തർ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നത്. കോലമെഴുത്ത് പൈതൃകമായി ലഭിച്ച പത്തനംതിട്ട പടയണി ഗ്രാമത്തിലെ കലാകാരന്മാരാണ് കോലമെഴുത്തിൽ പ്രധാനികൾ. ദേവിക്ക് വഴിപാടായി ഏറെയും ഭക്തർ സമർപ്പിക്കുന്നത് ഭൈരവി കോലമാണ്. കാലൻ കോലം, പക്ഷിക്കോലം, മരതക്കോലം എന്നിവയും സമർപ്പിക്കുന്നു. കമുകിന്റെ പാളയിലാണ് നമ്മൾ ഈ കോലം ചെയ്യുന്നത്. അതായത് കമുകിന്റെ പാള എടുത്ത് അതിന്റെ പച്ചഭാഗം ചെത്തി കളഞ്ഞിട്ട് അതിനെ വെള്ളയാക്കും. വെള്ളയാക്കിയിട്ട് ആ വെള്ളയിൽ നമ്മൾ മാവല വാട്ടിക്കരിച്ച കറുപ്പ്, അതുപോലെ തന്നെ ചെങ്കല്ല്, ചുവപ്പ് എന്ന് പറയാം. നമ്മൾ മുറ്റത്തൊക്കെ കിടക്കുന്ന കല്ല് തന്നെ, പക്ഷേ അതിപ്പോൾ നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടുന്നതുകൊണ്ട് കാവിമണ്ണെന്ന് പറയും. ആ കാവിമണ്ണ് വാങ്ങിക്കും, അത് ആ ചുവപ്പായിട്ട് എടുക്കുന്നത്. പിന്നെ പാളയുടെ പച്ചയും വെള്ളയും, അങ്ങനെ 5 കളറാണ്. എല്ലാം നാച്ചുറലാണ്, പ്രകൃതിദത്തമായ കളറുകളാണ്. എല്ലാം മരുന്നും ആയുർവേദമാണ്. 2 രാവും പകലും സമയമെടുത്താണ് ഓരോ കോലവും പൂർത്തിയാക്കുക. വരുമാനത്തിനപ്പുറം പൈതൃകമായി ലഭിച്ച കോലമെഴുത്ത് ഒരു അനുഗ്രഹമായി കാണുകയാണ് ഈ കലാകാരന്മാർ. ന്യൂസ് 18 പത്തനംതിട്ട.
അപ്പോ മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഈ പടയണി കോലത്തിന്റെ ആ മുഖത്ത് എഴുതുന്ന അതിന്റെ ഒരു കോലം നിർമ്മിക്കുന്നത് എഴുതുന്നതുമായിട്ടുള്ള ആ ഒരു കലാകാരന്മാരുടെ ജീവിതമാണ് കണ്ടത്. നമ്മളപ്പോൾ ചാലയിൽ തന്നെയാണ്. ഇവിടെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ചേട്ടാ ഒരു ചായ മധുരം കുറച്ച്. ഓക്കെ, നിങ്ങൾ ഒന്നുമില്ല, രാവിലെ ചായയിലേക്ക് ഇറങ്ങിയതാണോ? ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ? ക്ഷേത്രത്തിൽ വന്നാണോ? ആ, ബുക്ക് കടയിൽ വന്നാണോ? തുറക്കുള്ളൂ അല്ലേ? സ്ഥിരമായിട്ട് വരാറുണ്ടോ ചാലയിൽ? ആ, ആണല്ലേ. ഹോൾസെയിൽ ആയിട്ട്. ഓക്കെ ഓക്കെ. എനിക്ക് ഏത് ഇവിടെ നല്ല 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 രസികൻ പൊരികളുണ്ട് രാവിലെ തന്നെ. നല്ല പത്തിരി, വട, സമൂസ, അവിടെ നെയ്യപ്പാന്ന് തോന്നുന്നു അല്ലേ? നെയ്യപ്പാണോ? നെയ്യപ്പ. ആ, കേക്ക് അടിപൊളി. ചേട്ടാ രാവിലെ എപ്പോ തുടങ്ങും നമ്മള്? 4 മണിക്ക് തുടങ്ങും അല്ലേ? അപ്പൊ എത്ര മണി വരെ ഉണ്ട്? 7 മണി വരെ ഉണ്ട്. ഓക്കെ ചേട്ടാ, എന്റെ ചായ ഏതായിരുന്നു? ഇത് എന്റെ ചായ, എനിക്ക് ചായ എടുത്തായിരുന്നു. ഓക്കെ, 4 നെയ്യപ്പോ 4 പത്തിരിയും ഓർഡർ നമ്മുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ എങ്ങനെയാ, നല്ല കച്ചവടം എന്താ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എനിക്കൊരു വട, ഒരു ഉഴുന്നോട് വരുമോ? ഇവിടെ എങ്ങനെയാ രാവിലെ ഈ സ്ഥിരം തിരക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ? പൊങ്കാലായിട്ട് കൂടുതലുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ കടയിൽ നല്ല തിരക്കാണ്. അപ്പോ ഞാനും അതിന്റെ ഒരു ഭാഗമാവുന്നു. എന്തായാലും ഈ നമുക്കൊരു പാലക്കാട് ഒന്ന് പോയിട്ട്, പാലക്കാട് വല്ലപ്പുഴയിൽ അവിടെ ചൂരക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കാർഷികോത്സവത്തിന്റെ വരവറിയിച്ച് ഈ കാളപ്പൂട്ട് മത്സരം നടക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ആ കാളപ്പൂട്ടിന്. അതിനിടയിൽ അവിടെ നല്ല കേക്ക് ഇങ്ങനെ മുരിഞ്ഞ് നല്ല എണ്ണയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സന്തോഷ് കാരക്കോടത്തിന് ക്യാമറ അവിടെ നിന്ന് മാറ്റാൻ തോന്നാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ആ കാളപ്പൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പുള്ളി ആ കേക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്നാലും കൊള്ളാം. അപ്പം കേക്ക് നമുക്ക് പിന്നെ വരാം, ഞാൻ കഴിക്കാം. എന്നാലും കാളപ്പൂട്ടിന്റെ വിശേഷം കണ്ടിട്ട് തിരിച്ചെത്താം പാലക്കാട്. ഉഴുതുമറിച്ച കണ്ടത്തിൽ നുകം വെച്ച കാളകൾ കുതിച്ചു പാഞ്ഞപ്പോൾ പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോട് ഗ്രാമം ആവേശത്തിലാറാടി. കാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് കാളപൂട്ട് മത്സരം സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോടനാട് അലവി ഹാജി മെമ്മോറിയൽ കാളപൂട്ട് സംഘടിപ്പിച്ചത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 62 ജോഡി കാളകൾ മത്സരത്തിൽ പോരാടി. മത്സരങ്ങൾ കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി. 1.5 നൂറ്റാണ്ടായി വല്ലപ്പുഴയുടെ മണ്ണിൽ ആവേശം നിറച്ച് കാളപൂട്ട് മത്സരം നടന്നുവരുന്നുണ്ട്. പ്രത്യേക പരിശീലനവും പരിചരണവും ലഭിച്ച കാളകൾ പാടവരമ്പിന്റെ ഓരങ്ങൾ ഇളക്കിമറിച്ച് ആറാടി. മത്സര വിജയികൾക്കുള്ള ട്രോഫികളുടെ വിതരണവും നടന്നു. 100 കണക്കിന് ആളുകളാണ് ആവേശകരമായ കാളപൂട്ട് മത്സരങ്ങൾ കാണാൻ എത്തിയത്. ന്യൂസ് 18 പാലക്കാട്. അപ്പൊ ഓക്കെ ഏട്ടാ, താങ്ക് യു. ശരി, അപ്പോ എന്താണെങ്കിലും ഈ പാലക്കാട് നിന്നുള്ള കാഴ്ച കണ്ട് കാളപ്പൂട്ടിന്റെ നമ്മളൊരു മറ്റൊരു വിസ്മയ കാഴ്ച കൂടി കാണാം. അതായത് ഈ പാലക്കാട് വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം. പാലക്കാട് നിന്നുള്ള കാഴ്ച കണ്ടാണ് നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം നടക്കുകയാണ്. അവിടെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി രാമേശ്വര നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ഇണകാളകൾ, കാവണി തുടങ്ങി വിവിധ കലാരൂപങ്ങൾ അരങ്ങേറി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പ് അത് വൻ ആവേശമായിരുന്നു, വലിയ ജനപങ്കാളിത്തത്തിൽ. അതിന്റെ ഒരു ചെറിയ കാഴ്ച കൂടി കാണാം മോർണിംഗ് വൈബ്സിൽ.
ഓക്കെ, അപ്പോൾ പാലക്കാട് നിന്നുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകണം. ഒരുപാട് ഇനിയും കാഴ്ചകൾ അവശേഷിക്കുന്നുണ്ട് മോർണിംഗ് വൈബ്സിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തെ ചാലയിലാണ് നമ്മളുള്ളത്. ഗുഡ് മോർണിംഗ്. ചേട്ടന്റെ വണ്ടി എടുക്കണം, ഞാൻ ചേട്ടനെ എടുക്കണം. ചേട്ടൻ വാ. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ നമ്മുടെ വണ്ടി എടുക്കാൻ പറഞ്ഞു. ചേട്ടൻ എവിടെന്നാ വരുന്നത്? പൊള്ളാച്ചിന്നാ. അപ്പൊ എങ്ങനെയാ, എന്താ ലോഡ് എന്താ? മെഡിസിന്റെ കവറാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ? ഡെയിലി വരുമോ? ഡെയിലി വരില്ല, ആഴ്ച ട്രിപ്പാ. ഇത് തന്നെയാണ് മെഡിസിന്റെ കവർ തന്നെയാണ് കവർ. ഓക്കെ. എങ്ങനെയുണ്ട് സ്ഥിരമായിട്ട് വന്നിട്ട്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ചാല മാർക്കറ്റ്? എങ്ങനെയുണ്ട്? ഭയങ്കര ബുദ്ധിമുട്ടാ. അതെന്ത്? ലോകത്തിൽ എവിടെയെങ്കിലും ഇവിടെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? ഭയങ്കര റിസ്ക്കാ, സ്ഥലമില്ല. ഇത് പഴയ മാർക്കറ്റ് അല്ലേ, ഒരുപാട് പഴയതാണ്. 18ാം നൂറ്റാണ്ടിലെങ്ങാണ്ടുള്ള മാർക്കറ്റാണ്. അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയിപ്പോ പൊളിക്കണം അല്ലെങ്കിൽ. അപ്പൊ പൊള്ളാച്ചിയിലെ മാർക്കറ്റൊക്കെ എങ്ങനെയാ? അത് സൂപ്പറാ. ഓഹോ, എറണാകുളം കുഴപ്പമില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ആണല്ലേ. പക്ഷെ കുഴപ്പമില്ല, കച്ചവടമല്ലേ? കച്ചവടമുണ്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴയ മാർക്കറ്റ് ആകുമ്പോൾ ചെറിയ വഴികളായിരിക്കും. ഇത് പണ്ട് രാജഭരണ കാലത്തുള്ള മാർക്കറ്റാണ്, രാജാവിന്റെ സമയത്ത് അല്ലേ. പിന്നെ തമിഴ്നാട്ടിൽ എന്താ വിശേഷം? തമിഴ്നാട്ടിലെ ഒരു വിശേഷം കഴിഞ്ഞു. അവിടെ എങ്ങനെയാ വെയിലും ചൂടും വെള്ളമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വല്ലാത്ത ചൂടായി അല്ലേ. മഴയൊക്കെ ഉണ്ടോ? മഴയില്ല. അപ്പൊ എന്തായാലും ഇവിടെ പൊങ്കാല, അടുത്ത പൊങ്കാലയ്ക്ക് വരുന്നുണ്ടോ തിരുവനന്തപുരം? പൊങ്കാല ആറ്റുകാൽ പൊങ്കാല, പൊങ്കാല എന്ന് പറയും, പൊങ്കാല മഹോത്സവം. വരണം. ഓക്കെ, ശരി. അപ്പൊ എന്താണെങ്കിലും ഇത് പൊള്ളാച്ചിയിൽ നിന്ന് വന്ന അണ്ണനാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വന്ന, പക്ഷെ ഈ ചാലയിൽ സൗകര്യക്കുറവ് പുള്ളി കംപ്ലൈന്റ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആണ്, തിരക്കാണ്. ഇവിടെ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ വണ്ടികൾ ഇങ്ങനെ തുടരെ വരുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ഇക്ക ഗുഡ് മോർണിംഗ്. എന്തല്ല എന്തുണ്ട്? ഞങ്ങൾ അവിടെ ഇങ്ങനെ ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബിസിനസ് അപ്പോഴപ്പോഴ് നടക്കുന്ന ബിസിനസ് ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് നഷ്ടലാഭ കച്ചവടം. ഞങ്ങളുടെ ബിസിനസ് നഷ്ടലാഭ കച്ചവടം. നഷ്ടലാഭ കച്ചവടം നഷ്ടമാണോ ലാഭമാണോ? ഇപ്പൊ നഷ്ടം, അങ്ങനെയാണ് നഷ്ടം. ഇപ്പൊ ഒരു കെട്ട് വെറ്റ 300 രൂപ, 250 രൂപ വില. 250 രൂപ കൊടുത്ത് വെറ്റ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ അതിൽ 10-25 എണ്ണം കിട്ടും, 50 എണ്ണം കിട്ടും, ബാക്കി ദൂരെ കളയണം, ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെ ഞങ്ങളാണ് നമ്മുടെ ഈ വെറ്റ കച്ചവടം മറ്റേ അടക്ക കച്ചവടം എത്ര നാളായി ഇവിടെ? ഈ അടക്ക കച്ചവടം മറ്റേ കച്ചവടം ഏകദേശം ഒരു 100 വർഷത്തെ പാരമ്പര്യമുള്ളൂ. എനിക്ക് 67 വർഷത്തെ പാരമ്പര്യം. 67 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ടോ? അതെ, ഇവിടെയല്ല. ഈ 67 വർഷം കൊണ്ട് പോകാനുള്ള സ്ഥലം കോഴിക്കോട്, പിന്നെ മാംഗ്ലൂര്, കാസർഗോഡ്, പിന്നെ ദിണ്ടുക്കല്, കോയമ്പത്തൂര്, പൊള്ളാച്ചി, ആനമല, ഇങ്ങനെയൊക്കെ പറഞ്ഞ തരത്തിലാണ് ഈ ചരക്കെല്ലാം ഇപ്പൊ വരുന്നത്. വീട് എവിടെ? എന്റെ വീട് ഇവിടെ തിരുവനന്തപുരം നേമത്താണ്. അപ്പൊ ഈ വെറ്റില വരുന്നത്? ഈ വെറ്റില വരുന്നത് ഇപ്പൊ വരുന്നത് നെടുമങ്ങാട്, കാട്ടാക്കട, വെഞ്ഞാറമ്മൂട്, വാമനാപുരം. ഈ വെറ്റില കൃഷി മലയാളികൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കൃഷിക്കാര് ചെയ്യാൻ നഷ്ടപ്പെടും, അതുകൊണ്ട് ചെയ്യുന്നില്ല. രോഗം വരുന്നുണ്ടോ? രോഗം വരും. ചില സമയത്ത് ചരക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ വിൽക്കുമ്പോൾ പണം കിട്ടാതെ വരും. അവന് ജോലി ചെയ്യണമെന്ന് 1000 രൂപ ശമ്പളം കൊടുക്കണം. 1000-1200 കൊടുത്താലേ ജോലി ചെയ്യും. അപ്പൊ അവന് ആ കാശ് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ കൊടി വെട്ടിക്കളയും. ചെയ്യണ പണി അതിൽ ലാഭം വേറെ എന്തെങ്കിലും കൃഷി എന്തെങ്കിലും കൃഷി ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഭവം. ഇപ്പോഴാണ് ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പൊ ഒരു 4-5 വർഷത്തിന് ശേഷം ഭീമമായ വില ഇപ്പോഴാണ് വന്നത്. ഇന്നിപ്പോ കെട്ടിന് 250, 300, 200, 250, 300. സാധാരണ എത്രയാ? 50 രൂപ, 40 രൂപ, 30 രൂപ. അപ്പൊ എത്ര? 5 ഇരട്ടിയായി. പിന്നെ അതില് അപ്പൊ ഇപ്പൊ ലാഭത്തിലല്ലേ? ഇപ്പോഴും നഷ്ടത്തില്. എങ്ങനെ വില കൂടിയപ്പോ നഷ്ടമായോ? വില കൂടുമ്പോഴേ ആൾക്കാർ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരോട് നമ്മൾ അടി വയ്ക്കണം. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒരു ഗുളിക വാങ്ങിച്ചാൽ 10 രൂപ ഗുളിക 20 രൂപ കൊടുത്താലും പ്രശ്നമില്ല. പാക്കും പറ്റിയും വാങ്ങിക്കാൻ പറഞ്ഞവർക്ക് എന്ത് സാധനത്തിന് വന്നാലും വഴക്കും ഇപ്പോഴുള്ളത് പാക്കും പറ്റേക്കും മാത്രമാണ്. പിന്നെ ഇത് പണ്ട് ഈ ജനങ്ങൾ ഇഷ്ടംപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോ ഉപയോഗമില്ല. ജനങ്ങള് മുറുക്കൊക്കെ കുറച്ച് 100 പേരുണ്ടെങ്കിൽ 5 പേരെ ഉപയോഗമുള്ളൂ. 95 പേരും വേറെ പോകാൻ വഴിയാണ്. അതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ബിസിനസ്. പിന്നെ ഇപ്പൊ ഈ അടയ്ക്കായെ സംബന്ധിച്ചോളം വില കുറയില്ല. അത് നേരെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഓടുന്നുണ്ട്, കയറി പോകുന്നത്. കൊട്ടടക്കായിട്ട് കയറി പോകുന്ന അത് അഴിയപ്പോഴി ആരും ഒന്നും ചെയ്യത്തില്ല. ഇത് അഴിയപ്പോയി ചാക്കിനകത്ത് വാരിയിടണം. ചാക്ക് വെച്ച് കാര്യം 2 ദിവസം ഇരിക്കും, 3ന്റെ അത് പോവും. അങ്ങനെയൊക്കെയാണ്. വെറ്റില കയറി പോകുന്നില്ലേ രാജ്യത്തോടനീളം? വെറ്റില അങ്ങനെയൊന്നും കയറി പോകില്ല. കയറി പോയാൽ അഴിപ്പോയത് ഇന്നും നാളെ ഇരിക്കുന്ന സാധനമല്ലേ. പച്ചക്കാനൊക്കെ 2 ദിവസം പരമാവധി ഇരിക്കും, കൂടുതലിരിക്കില്ല.
പിന്നെ ഡൽഹിക്ക് അവിടെയൊക്കെ തിരൂരിൽ നിന്നൊക്കെ കയറി പോകും, ഡൽഹിക്ക് പോകും. പക്ഷേ തിരൂരിൽ നിന്നൊക്കെ പോകണമെങ്കിലും അതിന് ഈ കുട്ടയുണ്ട്, കുട്ടയിൽ വെച്ച് അരിഞ്ഞ വെച്ച് ട്രെയിനിൽ കയറി പാസ് ചെയ്യാൻ പോകും. ചോദിക്കാൻ പറ, ഇക്കടെ പേരെന്താ? എന്റെ പേര് മീര സാഹിബ്. മീര സാഹിബ്. മീര സാഹിബ്. ഓക്കെ. അപ്പൊ ഇക്ക എത്ര ഈ ഇവിടത്തെ ഒരു കഥ അറിയാമോ, ഈ ചാല മാർക്കറ്റിൽ? ചാല മാർക്കറ്റിൽ ഇപ്പോഴും ചാല മാർക്കറ്റ് പോയി. മുൻപാണെങ്കിൽ ചാല മാർക്കറ്റിൽ ഈ സമയമൊന്നും ഇവിടെ കാലെടുത്ത് വെക്കാൻ നോക്കില്ല, ജനപ്രളയമാണ്, ജനത്തിന്റെ പ്രളയം. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് ചെന്നാലും അവർക്ക് വീട്ടിൽ കൊണ്ട് സാധനം കൊടുക്കും, എത്തിക്കും. മുമ്പ് അങ്ങനെയല്ല. ഈ സാധനം മുഴുവനും വാങ്ങിക്കണമെങ്കിൽ ചാലക്കടയിൽ വരണം. ഈ നമ്മുടെ ഏകദേശം 50 കിലോമീറ്റർ ഉള്ളിലുള്ള ജനങ്ങൾ മുഴുവനും 4 ചുറ്റുപാടുമായിട്ട് ചാലക്കടയിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കടയിലുള്ള ആൾക്കാർക്കും അങ്ങനെ പരിപാടി ചെയ്തുകൂടെ, വീട്ടിലെത്തിക്കുന്ന? അല്ല, അതൊന്നും നടക്കൂല. അതിലൊന്നും വീട്ടിൽ എത്തിക്കാനും പിടിക്കാനും വല്ല കാര്യം നടക്കും, അതൊന്നും നടക്കില്ല. ഈ കച്ചവടവും കാലാനുസൃതമായിട്ട് നമുക്ക് അത് പുരോഗതി കൈവരിക്കാൻ അത്ര ആളുകളൊക്കെ വേണ്ടേ? ചാലക്കട ഇപ്പം അതപ്പതിച്ചു പോയി. അങ്ങനെ പക്ഷെ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു പ്രധാന മാർക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ചാല തന്നെയല്ലേ? ചാല തന്നെ പറയുന്ന ചാല ബജാറെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ സംഭവം ഇങ്ങനെയാണ്. ചാല ബജാറും അതപ്പതിച്ചു പോയി. അല്ല, ഇങ്ങനെയൊന്നുമല്ല കിടക്കാൻ. ഇത് രക്ഷിക്കാനുള്ള നടപടിയൊക്കെ എത്ര രക്ഷപ്പെട്ടാലും നടക്കൂല. വേറെ ഒന്നും കൊണ്ടല്ല, ജനങ്ങൾക്ക് ജീവിക്കണം. അവരവിടെ ആയിട്ട് സ്ഥാപനം കൊണ്ടിടും. ഇപ്പൊ പോത്തീശ്ശേരിയാണ്, എല്ലാ സാധനവും അവന്റെ കടകളുണ്ട്. അവിടെ പോയി കടകൾ വന്നപ്പോ നമ്മുടെ കച്ചവടം കുറഞ്ഞു, മറ്റുള്ള കച്ചവടം ആകെ അങ്ങനെ പോകും. അങ്ങനെ താറുമാറാകുന്നത്. ഇതാണ് പ്രശ്നം. എന്നാലും നമ്മുടെ മീര സാദിഖാണ് സംസാരിച്ചത്. വെറ്റിലെ അടക്കൊക്കെയാണ് ഒക്കെയാണ് പ്രധാനപ്പെട്ട കച്ചവടം. എല്ലാം ടൈറ്റാണ്, ഡിമ്മാണെന്നാണ് പറയുന്നത്. എന്നാലും ചാലയിലെ ഈ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇവിടെ കച്ചവടം നന്നായി കുറഞ്ഞു. പഴയ ഒരു ചാലയുടെ ഒരു പ്രഭാവത്തിലേക്ക് എത്താൻ അതിനി പണിപ്പെടണം എന്ന് പറയപ്പെടുന്നു. എന്നാലും ചാലയുടെ ആ ഒരു പാരമ്പര്യം, അതിന്റെ ഒരു പ്രതാപം ഒരിക്കലും അവസാനിക്കില്ല, അസ്തമിക്കില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ തിരക്ക് കുറഞ്ഞു എന്ന് പറയാതെ വയ്യ. തൽക്കാലം മോർണിംഗ് വൈബ്സിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം സമയമായി, വേറെ ഒന്നും കൊണ്ടല്ല. വൈബ് ഇനിയും തുടങ്ങാൻ പോകുന്നുള്ളൂ, ഇനിയും ആൾക്കാർ വരാൻ പോകുന്നില്ല. പക്ഷെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ചാല മാർക്കറ്റിൽ നിന്നും മോർണിംഗ് വൈബ് വീണ്ടും നാളെ കാണാം. നമസ്കാരം. എന്നതാണ്